मदनी आका आए आका मदनी आका प्यारे प्यारे. എളുപ്പവും സുരക്ഷിതവുമായ അലക്കിന് സെമി ലിക്വിഡ് ക്ലോത്ത് വാഷ്. സെമി ലിക്വിഡ് ക്ലോത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ കൈകൾക്ക് പുകച്ചിൽ, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നില്ല. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. അനായാസം, അത്ഭുതവൃത്തി. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ ബാത്റൂം, തറ എന്നിവ എളുപ്പത്തിൽ വൃത്തിയാക്കുവാനും രോഗാണു വിമുക്തവുമാക്കുവാൻ സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ അനായാസം, അത്ഭുതവൃത്തി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ അഖ്റജ്നാ ലക്കും മിനൽ അർദ് ولا تيمموا الخبيث منه تنفقون. صدق الله العلي العظيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമ്പത്തും സക്കാത്തും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചെറിയ ഒരു ഉത്ബോധനമാണ് ഈ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിത പദ്ധതി എന്ന നിലയിൽ എല്ലാ വിഷയങ്ങളിലും സമഗ്രമായ കാഴ്ചപ്പാടുകളുള്ള ഇസ്ലാം മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമായ സമ്പത്തിനെ സംബന്ധിച്ച് വളരെ വിശദമായ പദ്ധതി നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. സമ്പത്തിന്റെ പ്രാധാന്യം ലോകത്താരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നത്, വലാ തുഅ്തു സുഫഹാഅ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പ് അല്ലാഹു വെച്ചിരിക്കുന്നത് സമ്പത്തിലാണ്. അത് നിങ്ങൾ പക്വതയില്ലാത്തവരെ കൈകളിൽ ഏൽപ്പിക്കരുത് എന്ന് അല്ലാഹു പറയുമ്പോൾ തന്നെ സമ്പത്തിന്റെ പ്രാധാന്യവും അതിന്റെ വിനിമയത്തിലുള്ള സൂക്ഷ്മതയും എത്രമാത്രം ഉണ്ടായിരിക്കണമെന്ന് നാം മനസ്സിലാക്കുകയാണ്. ലോകത്ത് നിരവധി സാമ്പത്തിക ശാസ്ത്രങ്ങളുണ്ട്. സമ്പത്തിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും, രാഷ്ട്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലും വളരെ വിപുലമായ കാര്യങ്ങൾ അതിന് പറയാനുണ്ട്. ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥിതികൾ, ഒന്ന് മുതലാളിത്തമാണ്, കാപ്പിറ്റലിസം. മറ്റൊന്ന് കമ്മ്യൂണിസത്തിൻ്റെതാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അവകാശപ്പെടുന്ന മിശ്രവ്യവസ്ഥയും മറ്റൊരു ഭാഗത്തുണ്ട്. അതുപോലെ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയും ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മുതലാളിത്ത വ്യവസ്ഥിതിക്ക് ഒരു നല്ല വശമുണ്ട്. അത് മറ്റൊന്നുമല്ല, സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ ജന്മനാലുള്ള മോഹത്തെ അവർ മാനിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മുതലാളിത്ത വ്യവസ്ഥയുള്ള നാടുകളിൽ സമ്പത്ത് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പരാജയം എന്തിൽ നിന്നെല്ലാം സമ്പാദിക്കാം, എന്തിൽ നിന്ന് സമ്പാദിക്കുക, ഈ വിഷയത്തിൽ യാതൊരു അതിർവരമ്പുകളിലും കള്ളും കഞ്ചാവും മയക്കുമരുന്നുകളും മനുഷ്യമാംസവും വിൽപ്പന നടത്തി സമ്പത്തുണ്ടാക്കാം, ഇതര രാജ്യങ്ങളിലേക്ക് അധിനിവേശം നടത്തി കൊള്ളയടിക്കാം, ഏതു മാർഗത്തിലൂടെയും സമ്പത്ത് വാരിക്കൂട്ടുക എന്ന ലക്ഷ്യം മാത്രം മുതലാളിത്തം കൈമുതലാക്കിയപ്പോൾ അമേരിക്ക പോലുള്ള മുതലാളിത്ത വോട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ധാർമ്മികത തകർന്നുകൊണ്ടിരിക്കുന്നു.
സമ്പാദ്യത്തിന് വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാമെന്ന് പറയുകയും അതനുസരിച്ച് സംവിധാനമൊരുക്കുകയും ചെയ്തപ്പോൾ മനുഷ്യർ സുഖിക്കുക, തിന്നുക, കുടിക്കുക എന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് കൂപ്പുകുത്തി. അതിന്റെ ഭാഗമായി അമേരിക്കൻ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകാലങ്ങളിൽ ഗർഭവും പേർ സമൂഹത്തിനു മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു തലമുറയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിന്റെ വരവ് തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. മുതലാളിത്ത വ്യവസ്ഥയുടെ ദുരന്തം അനുഭവിക്കുന്ന പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ എന്ന പേരിലാണ് രംഗത്ത് വന്നതെങ്കിൽ ആ വ്യവസ്ഥയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ തകരാറ് സമ്പാദിക്കുക എന്ന മനുഷ്യന്റെ മോഹത്തെ തന്നെ തടയിടുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൽ രേഖപ്പെടുത്തി വെച്ചത് ആ ഭരണം നിലവിൽ വന്നു കഴിഞ്ഞാൽ സമ്പത്ത് മുഴുവനും സ്റ്റേറ്റിലായിരുന്നു. എല്ലാവരും പണിയെടുക്കുക, പക്ഷേ സമ്പാദ്യത്തിന്റെ ഉടമാവകാശം സ്റ്റേറ്റാണ്. ആവശ്യക്കാർക്ക് ആവശ്യ അളവനുസരിച്ച് സ്റ്റേറ്റ് വിതരണം നടത്തണം. കേട്ടാൽ സുന്ദരമെന്ന് തോന്നുന്ന ഈ പ്രഖ്യാപനവുമായി കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിൽ സോവിയറ്റ് റഷ്യയിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിൽ ഒരു നൂറ്റാണ്ട് പോലും തികക്കാൻ കഴിയാതെ ഈ വ്യവസ്ഥയിൽ പരാജയപ്പെടുകയായിരുന്നു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? പാടത്തേക്ക് പണിയെടുക്കാനിറങ്ങുന്ന ഒരു തൊഴിലാളി ചിന്തിക്കുന്നു, ഞാൻ ഈ അധ്വാനിക്കുന്നതിന്റെ ലാഭവും അതിന്റെ വരുമാനവും എനിക്കല്ല, ഇത് സ്റ്റേറ്റിനാണ്, ഞാൻ എന്തിന് കഠിനാധ്വാനിച്ചില്ല. കർഷകൻ പാടത്തേക്ക് ഇറങ്ങിയില്ല, വ്യവസായികൾ പിന്നോട്ടടിച്ചു. വലിയൊരു രാഷ്ട്രത്തെ തീറ്റിപ്പോറ്റാൻ കഴിയാതെ ശ്രീമാൻ ഗോർബച്ചേവ് അന്ന് സോവിയറ്റ് റഷ്യ തിരിച്ചു. പിന്നെ നിലവിലുള്ള മറ്റൊരു വ്യവസ്ഥ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുണ്ട്. കമ്മ്യൂണിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും മുതലാളിത്ത വ്യവസ്ഥയുടെയും ഒക്കെ നന്മകളെടുത്ത് എന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പരാജയം മറ്റുള്ളവർക്കൊക്കെ ഉള്ളതുപോലെ ഹലാലും ഹറാമും സാമ്പത്തിക രംഗത്തെ ധാർമ്മികമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നിടത്തുള്ള പരാജയമാണ്. പലിശ എന്ന് പറയുന്ന ക്യാൻസറിന്റെ മേലെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇത്തരം വ്യവസ്ഥിതി പയറ്റി നോക്കുന്ന രാജ്യങ്ങൾ അവരെ സമ്പദ് വ്യവസ്ഥയെ സ്ഥാപിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാൾക്കുനാൾ രാഷ്ട്രത്തിന്റെ വിദേശ കടവും സ്വദേശ കടവും വർദ്ധിച്ചു വരികയും ദാരിദ്ര്യം കൂടിക്കൂടി വരികയുമാണ്. സമ്പാദിക്കാൻ വേണ്ടി ഏതു മാർഗവും സ്വീകരിക്കാമെന്ന് വന്നപ്പോൾ മദ്യവിൽപ്പനയും അതുപോലെയുള്ള ധാർമ്മികമായ സർവ്വ തിന്മകൾക്കും ഹേതുകമാകുന്ന വിഷയങ്ങളിലൂടെ സമ്പാദിക്കാൻ പ്രോത്സാഹനം നൽകിയത് വലിയ ധാർമ്മികമായ തകർച്ച ഇതുപോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ സമ്പദ് വ്യവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രം വളരെയേറെ ആസൂത്രിതമായി, വളരെയേറെ സമഗ്രമായി സർവശക്തനായ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ സവിശേഷത ക്യാപിറ്റലിസം ഉൾക്കൊണ്ട മനുഷ്യന് സമ്പാദിക്കാനുള്ള മോഹത്തെ ഒരിക്കലും തടയാൻ പാടില്ല എന്ന ആശയത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു. സമ്പാദിക്കാൻ മനുഷ്യനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആരും ജോലി ചെയ്യാതെ ഇരിക്കാൻ പാടില്ലാന്നാണ് ഇസ്ലാമിന്റെ ചിന്ത. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മാ അക്കല ത്വആമൻ മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറ. ഒരു മനുഷ്യനും ഒരാഹാരവും കഴിച്ചിട്ടില്ല. മിൻ അൻ യഅകുല മിൻ അമലി യദൈഹി, തന്റെ കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നും കഴിച്ചതിനേക്കാൾ മെച്ചമായ ഒരാഹാരവും ഒരാളും കഴിച്ചിട്ടില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വൈന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ദാവൂദ് നബി അലൈഹിസ്സലാം. ആരാണ് അദ്ദേഹം? മഹാനായ ഈ ലോകത്തിന്റെ ചക്രവർത്തിയായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പിതാവാണ്. ഒരു ലോക രാജാവിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദൈഹി, തന്റെ കൈ കൊണ്ട് അധ്വാനിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്? സമ്പന്നനാണെങ്കിൽ പോലും ലോകത്തിന്റെ മുഴുവൻ അധികാരം തന്റെ മകന്റെ കൈകളിലായതെങ്കിൽ പോലും പ്രവാചകനായ ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിക്കുകയും സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സമ്പാദ്യം അത് മനുഷ്യരെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കും.
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പറഞ്ഞു, ലാ ഹസദ ഇല്ലാ ഫിസ്നി. രണ്ടാളുടെ കാര്യത്തിൽ മാത്രമേ അസൂയക്ക് വകുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ ഇബത്താണ് ഇവിടെ ഉദ്ദേശം. ഒരാളുടെ നന്മ നീങ്ങിപ്പോകുക എന്ന അസൂയയല്ല, മറിച്ച് ഒരാളുടെ നന്മ പോലെ എനിക്കുമുണ്ടാകണമെന്ന ആഗ്രഹമാണ്. അത് രണ്ടാളുകളോട് വെച്ചു പുലർത്താൻ പാടില്ല. ഇത് നിങ്ങൾ പറയുന്നു റജുലുൻ ആതാഹു അല്ലാഹു മാല, അത് മറ്റാരുമല്ല, അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കും. ഫസല്ലത്തഹു അലാ ഹൽഖത്തിഹി ഫിൽ ഹഖ്, അത് നന്മയുടെ മാർഗത്തിൽ വ്യയം ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ ഞാനും അങ്ങനെയായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാവുന്നതാണ്. മറ്റൊന്ന് പണ്ഡിതനാണ്, അയാൾക്ക് അല്ലാഹു അറിവ് കൊടുക്കും, അതനുസരിച്ച് പഠിപ്പിക്കുകയും ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ ഞാനും അങ്ങനെയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാം. ഇതല്ലാത്തതിലൊന്നും ആഗ്രഹത്തിന് അർത്ഥമില്ലെന്ന് നബിയുള്ളാഹിയോട് പറയുമ്പോൾ ഇസ്ലാം സമ്പാദ്യത്തിന് പ്രോത്സാഹനം നൽകും. അതോടൊപ്പം തന്നെ ഇതര പ്രത്യയശാസ്ത്രങ്ങൾക്കില്ലാത്ത പ്രത്യേകത, എന്തിൽ നിന്ന് സമ്പാദിക്കാം, എങ്ങനെ സമ്പാദിക്കാം, വ്യക്തമായ അതിർവരമ്പുകളും മാർഗരേഖകളും വരച്ചുകാട്ടിയ ഒരേ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ ഇസ്ലാമിന്റേത് മാത്രമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ചാർട്ട് നമുക്ക് നൽകുന്നു. ഹലാലിന്റെ ചാർട്ടാണ്, മറ്റൊന്ന് ഹറാമിന്റേതാണ്. ഹലാലായ സമ്പാദ്യം അത് മാത്രമേ നേടാൻ പാടുള്ളൂ. നിഷിദ്ധമാക്കിയ ഇടപാടുകളിലൂടെ സമ്പാദ്യം അത് പാടില്ല. അങ്ങനെ ഒരുത്തൻ സമ്പാദിച്ചാൽ നിഷിദ്ധമായതിൽ നിന്ന് ആരെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം ഉപയോഗിച്ച് ആഹാരം കഴിച്ച് അവന്റെ ശരീരത്തിൽ ഒരു കോശമെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരം നരകവുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് നബിയുള്ളാഹികൾ പഠിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ സമ്പാദ്യം നിഷിദ്ധമായതിൽ നിന്നാണെങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. സർവശക്തനായ അല്ലാഹുവോട് നാം പ്രാർത്ഥന നടത്തുമ്പോൾ ആ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ വിശദമായ ഒരു ഹദീസിൽ അവർ ഓർമ്മപ്പെടുത്തി, അതാ വിജനമായ സ്ഥലത്ത് യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ച് അല്ലാഹുവോട് പ്രാർത്ഥന നടത്തി ജഡ കുത്തിയ പൊടി പുരണ്ട ഉടയാടുകളും ധരിച്ച് അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടൊരാൾ നടക്കുകയാണ്. പക്ഷേ മത്അമുഹു ഹറാം, അവൻ കഴിച്ച ആഹാരം നിഷിദ്ധമായതാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ചെറുപ്പം മുതൽക്കേ വളർന്നു വന്നത് ഹറാമ് കഴിച്ചാണ്. അന്നാ യുസ്തജാബു ലിദാലിക, ഇതുപോലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പരാജയം ഭൗതികമായ ഈ ലോകത്ത് സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ ഹലാലും ഹറാമും പരിഗണിക്കാത്തവർക്ക് വരാനിരിക്കുന്നു എന്ന താക്കീതോടുകൂടി ഹലാലിന്റെയും ഹറാമിന്റെയും ചാർട്ട് നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. സമ്പാദിക്കുന്ന രംഗത്ത് നിഷിദ്ധമായ പല കാര്യങ്ങൾ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. അതിലൊന്നാണ് മദ്യം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം നമുക്ക് ലഭിക്കുന്നു എന്ന് റവന്യൂ വകുപ്പ് അവകാശപ്പെടുന്നത് മദ്യത്തിലൂടെയാണ്. അതിന്റെ ഗുണങ്ങളെയും ഗണങ്ങളെയും വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥ. നമുക്കറിയാം, അല്ലാഹു ചോദിക്കുകയാണ്, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ, നബിയെ, ജനങ്ങൾ അങ്ങയോട് മദ്യത്തെക്കുറിച്ച് സാമ്പത്തിക ചൂതാട്ടങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. അവരോട് പറയുക, അതിൽ വലിയ അപകടങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ജനങ്ങൾക്ക് നൈമിഷികമായ ചില ഉപകാരങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ഉപകാരം അതിനേക്കാൾ എത്രയോ വലുതാണ് അതിനുള്ള ഉപദ്രവം. അതുകൊണ്ട് തന്നെ ഈ അപകടകാരിയെ നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് മദ്യത്തിലൂടെ നമ്മളും പറയുന്നത് ഇത് തന്നെയാണ്. അതിലൂടെ ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ വരവും ചെലവും കൂട്ടി നോക്കാനുള്ള തലച്ചോറ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദ്യം സേവിക്കുന്ന ആള് ഒരു ബസ് ഡ്രൈവറാണെന്ന് സങ്കല്പിക്കുക. അയാൾ 100-ലധികം വരുന്ന ആളെയും കയറ്റിയ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ അയാൾക്ക് സ്വബോധം നഷ്ടപ്പെടുകയാണ്. ഒരിടത്ത് കൊണ്ടുപോയാൽ ഇരിക്കുന്നു, 10-15 ആളുകൾക്ക് പരിക്കേൽക്കുന്നു, 1-2 പേര് മരിക്കുന്നു എന്ന് വെക്കുക. ആ മരിച്ചവർക്ക് പകരമായി നമ്മൾ എന്തു കൊടുത്താലും പകരമാകുകയില്ല. പരിക്കേറ്റവരുമായി നമ്മൾ മെഡിക്കൽ കോളേജിലെത്തുന്നു, അവർക്ക് വേണ്ടിയുള്ള ചികിത്സ ഗവൺമെന്റ് സൗകര്യമായി നൽകുമ്പോൾ
10 ലക്ഷത്തിലധികം രൂപ ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരികയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, എന്താ നമുക്കുണ്ടായ വരുമാനം? 50 രൂപയുടെ കള്ളാണ് അയാൾ മൂന്നിയതെങ്കിൽ തുച്ഛമായൊരു ലാഭമാണ് ഗവൺമെന്റിന് കിട്ടിയത്. എന്നാൽ അതിലൂടെ ഉണ്ടായ നഷ്ടത്തിന്റെ കണക്ക് നമ്മൾ ഇവിടെ കൂട്ടി നോക്കുന്നില്ല. സമ്പാദിക്കാൻ വേണ്ടി മുന്നും പിന്നും നോക്കാതെയുള്ള ഇതുപോലെയുള്ള മാർഗത്തെ കർശനമായി വിലക്കുകയാണ് ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ. ഇന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഇക്കഴിഞ്ഞ ഓണത്തിന് എന്താണ് നമ്മുടെ നാട്ടിലുണ്ടായത്? ഓണത്തലേന്ന് മാത്രം കേരളത്തിൽ 53 കോടി രൂപയുടെ മദ്യമാണ് വിറ്റു കളിച്ചത്. ഇത് 29/2007 എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. നമ്മൾ ചിന്തിക്കുക, ഇതുപോലെ വലിയ ദുരന്തം വിതക്കുന്ന മാർഗത്തിലൂടെയുള്ള വരുമാനങ്ങളെ ഇസ്ലാം വിലക്കുകയാണ്. ഈ വകുപ്പിൽപ്പെട്ടതാണ് പലിശ എന്ന് പറയുന്ന മഹാമാരി. നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? സാമ്പത്തിക ചൂതാട്ടത്തിൽ ഏറ്റവും വലിയ ചൂഷണമാണ് പലിശ എന്ന് പറയുന്ന ഇടപാട്. ഈ ഇടപാടിലൂടെ സമ്പാദ്യം പാടില്ല. എന്നാൽ ലോകത്തെ ഇന്ന് നിലവിലുള്ള സർവ സാമ്പത്തിക വ്യവസ്ഥകളും പലിശയിൽ അധിഷ്ഠിതമാണ്. ഇതിൽ നിന്ന് ആരും ഒഴിവല്ല. ഇന്ന് നമ്മളതാ പരസ്പരം സഹായിക്കുക എന്ന രീതിയിൽ പഴയകാലത്ത് നിലനിന്നിരുന്ന കുറിക്കല്യാണങ്ങൾ ഇപ്പോഴില്ല. വായ്പ കൊടുക്കുന്ന, കടം കൊടുക്കുന്ന ഏർപ്പാട് ഇന്നില്ല. ഇന്നെല്ലാം ചൂഷണത്തിന്റെ മാർഗമായ പലിശ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലിശയുടെ പല മുഖങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ ഇന്ന് കാണുന്നു. പലിശയുടെ പ്രധാനപ്പെട്ട ചില ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മളതാ വിളിക്കൂറി എന്ന് പറയുന്നത്. അങ്ങാടികളിൽ, ടൗണുകളിൽ കച്ചവടം നടത്തുന്ന ആളുകൾ 100 കടക്കാർ ചേർന്ന് 1000 രൂപ കുറി വെക്കും. മാസത്തിലാണ് നറുക്കെടുപ്പ്. എന്നാൽ നറുക്കെടുപ്പിന് പകരം ഇവര് വിളിച്ചെടുക്കുകയാണ്. ആരാ വിളിക്കാൻ വരുന്നത്? ഏറ്റവും തിടുക്കമുള്ള പ്രയാസമുള്ള ആളാണ് വിളിക്കുന്നത്. ഒരാൾ വന്ന് പറയുന്നു, എന്റെ മകളെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച, അതുകൊണ്ട് കാശിന് ആവശ്യമുണ്ട്. അയാൾ 1 ലക്ഷം രൂപയുടെ കുറി വിളിക്കുന്നത് 95,000-ത്തിനാണ്. അപ്പൊ വേറൊരാള്, ഞാൻ അതിനേക്കാൾ വലിയൊരു പ്രയാസത്തിലാപ്പെട്ടത്, എനിക്ക് അതിനേക്കാൾ അത്യാവശ്യമുണ്ട്, അയാൾ 90,000-ത്തിന് വിളിക്കുന്നു. അതിനും കഷ്ടപ്പെട്ട വേറെ ഒരുത്തം വന്നിട്ട് 85,000-ത്തിന് വിളിക്കുന്നു. അത്യാവശ്യക്കാരൻ പിന്നെയും വന്ന് 1 ലക്ഷം രൂപയുടെ കുറി 50,000-ത്തിന് വരെ വിളിച്ചെടുക്കുന്നു. അങ്ങനെ അയാൾക്ക് ആ 50,000 കൊടുക്കുക. പക്ഷെ അയാൾ അടക്കേണ്ടത് 1 ലക്ഷമാണ്. ബാക്കി മിച്ചം വന്ന ആ 50,000 ബാക്കിയുള്ള മുഴുവൻ കഴുകന്മാരും ഓഹരി ചെയ്തെടുക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് പച്ചയായ പകൽക്കൊള്ള. ഇത് ഇല്ലാത്തവന് ചൂഷണം ചെയ്യുകയാണ്. സഹായത്തിന്റെ കുറിയല്ല ഇത് ഹറാമായ പലിശയുടെ ഇടപാടാണ്. നമ്മളെ ടൗണുകളിൽ നിന്ന് വ്യാപകമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, വേറെ ധാരാളം ഹറാമായ പലിശകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബാങ്ക് പലിശ. ബാങ്ക് പലിശ യാതൊരു ലജ്ജയുമില്ലാതെ, മനസാക്ഷിക്കുത്തുമില്ലാതെ ചെറിയൊരാവശ്യം വന്നാൽ ഭാര്യയുടെ വളയിൽ നിന്ന് ബാങ്കിലേക്ക് കൂടുകയാണ്. അതവിടെ വെച്ചൊരു കാശ് വാങ്ങുന്നു, അതിൽ പിന്നീട് പലിശ അടക്കുന്നു. ഈ രീതിയിൽ ചെറിയ പലിശകൾ മുതൽ വലിയ പലിശ വരെ നമ്മൾ കാണുകയാണ്. 5 സെന്റ് പുരയിടമുള്ള ഒരാൾ, അയാൾക്ക് വീടുണ്ടാക്കാൻ അയാൾ അഭയം തേടുന്നത് നമ്മുടെ ബാങ്കുകളെയാണ്. ബാങ്ക് അതിനൊരു പക്ഷേ 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കും. ആ 1 ലക്ഷം രൂപ കൊണ്ട് വീട് പണി ആരംഭിച്ചാൽ ചിലപ്പോൾ ചുമര് പോലും കെട്ടി പൂർത്തിയാകുന്നില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് 15-20% പലിശ സഹിതം അയാളത് തിരിച്ചടക്കേണ്ടതുണ്ട്. ഈ പാവപ്പെട്ടവനത് തിരിച്ചടക്കാൻ കഴിയില്ല. അയാൾ 5 സെന്റിന്റെ ഉടമയാണ്. 1 ലക്ഷം രൂപ അയാൾ കൊടുത്തിയപ്പോൾ വളരെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ബാങ്ക് അധികൃതർ വന്നു, പണം തിരിച്ചടക്കാത്തതിന്റെ പേരിൽ സ്വന്തമായ അയാൾക്കുണ്ടായിരുന്ന 5 സെന്റ് പുരയിടം ജപ്തി ചെയ്ത് തിരിച്ചു പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഓർമ്മ വരിക, വയസ്സുമുഹുമ അക്ബറു മിൻ നഫ്സിഹിമ. പലിശയുടെയും മദ്യത്തിന്റെയും ഒക്കെ പിന്നിലുള്ള അപകടം അത് ഉപകാരത്തെക്കാൾ വലുതാണ്. ഈ രീതിയിലുള്ള പലിശ ഉൾക്കൊള്ളുന്ന ഇടപാടുകളെ അതികർശനമായി വിലക്കിയ മതമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം. ഇനി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ സഹോദരന്മാർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പലതരത്തിലുള്ള ഇടപാടുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടപാടാണ് നമുക്കറിയാം അച്ചാരം വാങ്ങിയ ഒരു ഇടപാടാണ്. മഹാനായ അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിന് നമ്മൾ വില പറഞ്ഞു.
വില പറഞ്ഞ ഉടനെ ഒരു 10,000 രൂപ അച്ചാരം കൊടുക്കും. 2 ദിവസത്തിനുള്ളിൽ കച്ചവടം ഉറപ്പിക്കും. ഉറപ്പിച്ചാൽ ആ 10,000 വിലയിലേക്ക് കൂട്ടും. ഉറപ്പിക്കാതെ വാങ്ങാൻ വന്നയാൾ കച്ചവടം ഒഴിയാണെങ്കിലോ ആ 10,000 തിരിച്ചു കൊടുക്കൂല. ഈ രീതിയിലുള്ള കച്ചവടമാണ്. അങ്ങനെ നമുക്ക് സമ്പാദിക്കാൻ പാടില്ല. ഇതുപോലെ തന്നെ വില കൂട്ടി പറയും. ചില ആളുകൾ റോഡ് സൈഡുകളിൽ ബിസിനസ് നടത്തുന്നവരാണ്. 2-3 ആളുകൾ കൂടിയിട്ട് കമ്പനിയായി നടത്തുന്ന ഏർപ്പാടാണ്. എന്നാൽ അവിടെ അതാ വിൽപ്പനക്കാരനായി ഒരുത്തരിക്കുന്നു. അവന്റെ സുഹൃത്തും ഈ കച്ചവടത്തിൽ ഉടമയുമായിരിക്കും മറ്റൊരാൾ. അയാൾ വന്നിട്ട് ഇതിനോട് വില ചോദിക്കുകയാണ്. ഈ വാച്ച് ഞാൻ 600 രൂപക്ക് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നില്ല, തരൂല. അങ്ങനെ വേറെ ആള് ഇത് കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. അങ്ങനെ ഈ 200 രൂപയുടെയോ 100 രൂപയുടെ വിലയുള്ള ഒരു വാച്ചിന് 600 രൂപയുണ്ട് എന്ന് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കുതന്ത്രം നടത്തി കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. നിഷിദ്ധമായ ഏർപ്പാടാണ്. ഇസ്ലാം അതിനെ കർശനമായി വിലക്കുന്നു. ഇതുപോലെ തന്നെ കൈക്കൂലിയിലൂടെ സമ്പാദിക്കുന്നവർ എത്രയാണ്. ഇന്ന് നമ്മുടെ ഉദ്യോഗ തലങ്ങളിലേക്ക്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ കാര്യം ചെന്നാൽ എവിടെയും കൈക്കൂലിയാണ്. ഏത് ചെറിയ കാര്യത്തിനു വേണ്ടി അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. എന്നാൽ ഈ കൊടുക്കലും വാങ്ങലും നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച സാമ്പത്തിക വ്യവസ്ഥയാണ് ഇസ്ലാമിന്റെ. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റാസി വൽ മുർതസി. ഇതാ കൈക്കൂലി കൊടുക്കുന്നവരെയും വാങ്ങുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയ മാഫിയ സംഘങ്ങൾ ഭൂമി കൈയേറ്റവും വെട്ടിപ്പുറത്തവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ഈ വിഷയത്തിലും കർശനമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഭൂമിയിൽ നിന്ന് അക്രമ മാർഗത്തിലൂടെ, അനീതിയുടെ വഴിയിലൂടെ ഒരു ഇഞ്ച് ഭൂമിങ്ങാനും പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭൂമി മുഴുവനും അവന്റെ കഴുത്തിൽ നാളെ അല്ലാഹു ചാർത്തിക്കൊടുക്കും. അയൽവാസിയുടെ പറമ്പിലേക്ക് അതിർവരമ്പുകൾ മാറ്റി ഇഞ്ച് ഭൂമി തട്ടിയെടുക്കുന്നവരുണ്ട്. പാടത്തിന്റെ വരമ്പിലെത്തുമ്പോൾ അടുത്തുള്ള പാടത്തിന്റെ ഉടമയുടേതുകൂടി അതിനെ ചെത്തിയെടുക്കുന്നവരുണ്ട്. ഇതുപോലെ ജ്യേഷ്ഠാന്മാരുടെ സ്വത്ത് ഓഹരിക്കുന്നയിടത്ത് പോലും പ്രശ്നമുണ്ടാക്കി മറ്റേയാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ കുതന്ത്രം മെനയുന്നവരുണ്ട്. ചിന്തിക്കുക, ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥ ഈ രീതിയിലുള്ള സർവ്വ ചൂഷണങ്ങളെയും അതികഠിനമായി എതിർക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചൂഷണമാണ് ലോട്ടറി എന്ന് പറയുന്നത്. പാവപ്പെട്ട കർഷകരും പാവപ്പെട്ട തൊഴിലാളികളും കഠിനാധ്വാനം ചെയ്തു കിട്ടുന്ന സമ്പാദ്യം അവരതാ വിവിധ കമ്പനികളുടെ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഉപയോഗിക്കുക. അങ്ങനെ 50-60 വയസ്സാകുന്ന ഒരു പിന്നോട്ട് തിരിഞ്ഞു നോക്കുന്നു, ഇത്രയും കാലമായി ഞങ്ങൾ അധ്വാനിച്ച ഫലമെവിടെ? അപ്പോഴാണ് അവർ നിരാശരാകുന്നത്. ഭാഗ്യം പരീക്ഷിച്ചത് മുഴുവനും തീർന്നുപോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാരും സന്തോഷത്തോടെയല്ല. ഒരാൾ 10-20 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്താൽ അയാൾ ആകാംക്ഷയോടെ ആ നറുക്കെടുപ്പിന്റെ ദിവസം പത്രങ്ങൾ പരതുകയാണ്. അയാൾക്ക് നിരക്ക് കിട്ടിയില്ല എന്ന് കണ്ടാൽ അയാളെ മനസ്സിൽ വല്ലാത്ത വേദനയാണ്. ഇങ്ങനെ ജനകോടികളുടെ വേദനയും പ്രയാസവും ആ സമ്പത്തിന്റെ പിന്നിലുണ്ട്. ഈ ലോട്ടറി അടിക്കുന്നവർ അവർക്ക് ഒരിക്കലും ഹലാലായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യമല്ല, അത് ചൂഷണത്തിന്റെ വഴിയാണ്. ഇത്തരത്തിലുള്ള ചൂഷണത്തിന്റെ സർവ്വമാർഗങ്ങളെയും സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ കർശനമായി വിലക്കിയ സമ്പദ് വ്യവസ്ഥയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ. ഇനി നമ്മൾ പരിശോധിക്കുക, ഈ ഇസ്ലാം സമ്പാദിക്കേണ്ടത് എന്തിൽ നിന്നാണ്, അത് വ്യയം ചെയ്യേണ്ടത്, വിനിമയം നടത്തേണ്ടത് ഏത് രീതിയിലാണെന്നും വളരെ സവിസ്തരം നമ്മോട് പഠിപ്പിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാമിന്റെ സാമ്പത്തിക വിനിമയ സിദ്ധാന്തം വളരെയേറെ ആസൂത്രിതവും ശാസ്ത്രീയവുമാണ്. പാവപ്പെട്ടവർക്ക് ആഹാരം ലഭിക്കാൻ, പട്ടിണി മാറ്റാനും സമഗ്രമായ പദ്ധതി ഇസ്ലാം നിത്യജീവിതത്തിലൂടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാൻ നമ്മളെ ഗവൺമെന്റുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിന്റെ 24% വിദേശ രാജ്യങ്ങളുടെ കടം വീട്ടാനാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. എന്നാൽ പാവപ്പെട്ടവരുടെ റേഷൻ അരിക്ക് വേണ്ടി കേവലം 4% നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത്. ആ 4% തന്നെ ഇന്നിതാ വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, ഇസ്ലാം വളരെ ആസൂത്രിതമായി
പാവങ്ങളിലേക്ക് ആഹാരം എത്തിക്കുന്ന ഒരുപാട് കർമ്മപദ്ധതി ദൈനംദിന ജീവിതത്തിൽ നടപ്പിൽ വരുത്തിയ സാമ്പത്തിക വ്യവസ്ഥയാണ്. ഒരു ഇസ്ലാമിക മഹല്ലിലേക്ക് നമുക്ക് കടന്നുകല്ല. അവിടെ ഉള്ളത് 300 വീടുകളാണ്. 300 വീടുകളുള്ള ആ മഹല്ലത്തിൽ ഒരു കുട്ടി പിറന്നാൽ ആണാവട്ടെ പെണ്ണാവട്ടെ, ഇസ്ലാം നിർദ്ദേശിക്കുന്നു ആ ജനിച്ച കുട്ടിയുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് അതിന് അല്ലാഹുവിന് നന്ദി അറിയിച്ചുകൊണ്ട് അതാ ഒരു അഖീഖ അറുക്കണം, ഒരു മൃഗത്തെ അറുക്കണം. 2 വയസ്സ് പ്രായമെത്തി ഒരു മൃഗത്തെ അറുത്ത് അവിടെ വിതരണം നടത്തണം. ആ മാംസപ്പൊടി പാവങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇസ്ലാം ഏർപ്പാട് ചെയ്യും. നിങ്ങൾക്ക് 200 വീടുകളിൽ മഹല്ലത്തിൽ ആഴ്ചയിൽ 1-ലധികം പ്രസവം നടന്നിരിക്കും. അങ്ങനെ ആഴ്ചയിൽ 1-ലധികം മാംസപ്പൊടികൾ പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കിയവരെ ഒരു സമ്പദ്വസ്തു ഇസ്ലാമിൻ്റേത് മാത്രമാണ്. ഇനി നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു, അവൻ വളർന്നു വലുതായി, അവൻ വിവാഹപ്രായമെത്തുകയാണ്. ആ സമയത്ത് വിവാഹിതനാവാൻ പോകുന്ന ചെറുപ്പക്കാരനോട് ഇസ്ലാം പറയുന്നു, ഔലിൻ വലോദിച്ചാൽ ഒരാളെങ്കിലും അറുത്ത് നീ ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുക. ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ വിവാഹിതനാകാൻ പോകുമ്പോൾ ജനങ്ങൾക്ക് അന്നം കൊടുക്കണം. അതാണ് നമ്മുടെ കല്യാണ സദ്യ. അത് നടത്തേണ്ടത് നിക്കാഹിന്റെ ചടങ്ങിന് ശേഷമാണ്. അപ്പോഴാണ് അതിന്റെ അസുഖ സുന്നത്ത് കിട്ടുക. ശരിയായ പൂർണ്ണാർത്ഥത്തിലുള്ള സുന്നത്ത് കിട്ടണമെങ്കിൽ ഭാര്യാഭർത്തർ ബന്ധത്തിന് ശേഷമായി കിട്ടണം. ഏതായിരുന്നാലും ഈ ഏർപ്പാട് 300 അംഗങ്ങളുള്ള ഒരു മഹല്ലത്തിൽ ആഴ്ചയിലെന്നോണം കല്യാണങ്ങൾ നടക്കും. ആ കല്യാണങ്ങളിൽ ആരെയാണ് നമ്മൾ വിളിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏറ്റവും ദുഷിച്ച ആഹാരം കല്യാണത്തിന്റെ സദ്യയാണ്. ഇങ്ങനെയുള്ള കല്യാണം ആ സദ്യയിലേക്ക് ക്ഷണിക്കപ്പെടുന്നത് സമ്പന്നതയാണ്, പാവപ്പെട്ടവനെ വിളിക്കുന്നില്ല. പാവപ്പെട്ടവരെ വിളിക്കാത്ത കല്യാണ സദ്യ അത് ദുഷിച്ച ആഹാരമാണ്. കല്യാണ സദ്യ പാവപ്പെട്ടവരെ കൂടുതൽ പരിഗണിക്കണം. കാറുള്ളവരെ മാത്രം വിളിച്ച് തന്റെ വീടിന് ചുറ്റും റോഡ് ബ്ലോക്കാക്കി ഇതെന്റെ ലോകബന്ധമാണ് എന്ന് തെളിയിക്കേണ്ട സന്ദർഭമല്ല. പാവങ്ങൾക്ക് കൊടുത്ത ആഹാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് വളരെ സ്നേഹപൂർവ്വം ഈ കുടുംബം മുന്നോട്ട് പോകണമെന്ന സതുദ്ദേശമാണ് കല്യാണ സദ്യ കൊണ്ട് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആഴ്ചതോറും ബിരിയാണി കഴിക്കാൻ പാവപ്പെട്ടവർക്ക് അവസരമൊരുക്കുകയാണ് ഈ സംവിധാനത്തിലൂടെ. ഇനി ഇങ്ങനെ ഒരു മനുഷ്യന്റെ വിവാഹം കഴിഞ്ഞ് അയാൾ വലുതായി, അയാൾ മരണപ്പെട്ടാലും പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാനുള്ള പദ്ധതി ഇസ്ലാമിലുണ്ട്. ഒരു മനുഷ്യൻ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞാൽ അയാളുടെ പേരിൽ അന്നം വിളമ്പണം, അയാളുടെ പേരിൽ ദാനധർമ്മങ്ങൾ നടത്തണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചവരാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഇന്ന് ദിനങ്ങളെ മുന്നിൽ വന്ന് പറയുന്ന നബിയെ, ഇന്ന ഉമ്മി ഖദ് മാതത്, എന്റെ മാതാവ് പൊടുന്നനെ വഫാത്തായി നബിയെ, അഫ അതസദ്ദഖു അൻഹാ, ആ ഉമ്മാക്ക് വേണ്ടി, മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ഞാൻ ദാനധർമ്മം നടത്തിയാൽ ഫലം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തീർച്ചയായും ഫലം ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ ജലക്ഷാമമുള്ള സമയമാണ്, ജനങ്ങൾക്ക് വേണ്ടി നീ വെള്ളം വിതരണം നടത്തിക്കോ. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വെള്ളം കലക്കി ഓരോ ഗ്ലാസ് കൊടുത്ത് മതിയാക്കാൻ ആഗ്രഹിച്ചില്ല. സ്ഥായിയായ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ഒരു കിണർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കിണർ സഅദിന്റെ ഉമ്മാക്ക് വേണ്ടിയാണ്, മരിച്ചുപോയ മാതാവിന്റെ പേരിൽ ദാനമാണ് എന്നർത്ഥം. നമ്മൾ ഉമ്മമാരൊക്കെ പറയാറുണ്ട്, ഈ കോഴി മുഹീദ്ദീൻ ശൈഖിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ശൈഖ് വന്ന് തിന്നാൻ വേണ്ടി എന്നല്ല, ശൈഖിന്റെ പേരിൽ ദാനമാണ്, സ്വതക്കയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ പാവങ്ങൾക്ക് മരണപ്പെട്ടാലും ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇസ്ലാം ചെയ്യുന്നു. ഇതുപോലെ മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാം, 3 ആഹാരം കൊടുക്കുന്നവരുണ്ട്, 7 ആഹാരം കൊടുക്കുന്നവരുണ്ട്, 40 ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ആ മരണം നടന്ന വർഷം ആണ്ട് വരുമ്പോൾ അന്നും ആഹാരം കൊടുക്കുന്നവരുണ്ട്. എന്തിനാണ് ഇസ്ലാം അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത്? പാവങ്ങൾക്ക് അന്നം കിട്ടാനുള്ള പദ്ധതികൾ മുഴുവൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ്. അതേസമയത്ത് നമ്മളെ കേരളത്തിലേക്ക് നമ്മൾ വന്നു നോക്കൂ, എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ഓണം വരുമ്പോൾ മാത്രം, അത് തന്നെ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 5 കിലോഗ്രാം അരി, ഇതല്ലാത്ത പദ്ധതി നമ്മളെ കൈവശമില്ല. അതേസമയത്ത് ഒരു ഇസ്ലാമിക മഹല്ലത്തിൽ ഇതാ കുട്ടി ജനിച്ചതിന്റെ പേരിൽ ഭക്ഷണം വെക്കുന്നു, കല്യാണത്തിന്റെ പേരിൽ പാവങ്ങൾക്ക് ആഹാരം കിട്ടുന്നു, മരിച്ചവരുടെ പേരിൽ ആഹാരം കിട്ടുന്നു.
ആണ്ടിന്റെ പേരിൽ ആഹാരം കിട്ടുന്നു. ഇതുപോലെ മഹാത്മാക്കൾ അനുസ്മരിക്കുന്ന ആണ്ടുപരിപാടികളിൽ അന്നം വിളമ്പുന്നു. ഈ പദ്ധതികളൊക്കെ പാവങ്ങൾക്ക് ആഹാരം കിട്ടാനുള്ളതാണ്. ഇതുപോലെ 2 പെരുന്നാളും കടന്നു വരുമ്പോൾ പാവങ്ങളുടെ ചിത്തടക്കാനുള്ള ഏർപ്പാട് ഇസ്ലാം അതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെറിയ പെരുന്നാളാകുമ്പോൾ ഫിത്ർ സക്കാത്ത് ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആഹാരം അവിടെ വിതരണം നടത്തണം. ബലി പെരുന്നാളാകുമ്പോൾ മനുഷ്യന്റെ മുഖ്യാഹാരങ്ങളിൽ ഒന്നാണ് മാംസാഹാരം. അത് അറവ് നടത്തി വിതരണം നടത്തണം. ഇങ്ങനെയുള്ള ഒരു സമഗ്രമായ പട്ടിണി മാറ്റാനുള്ള പദ്ധതി ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തിയ ഒരേ ഒരു സാമ്പത്തിക വ്യവസ്ഥിതി അത് പരിശുദ്ധ ഇസ്ലാമിന്റേത് മാത്രമാണ്. എന്നാൽ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ ആണ്ടിന്റെ പേരിലാണെങ്കിലും മരണപ്പെട്ടവരുടെ പേരിലാണെങ്കിലും കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ആഹാരം വിളമ്പുന്നത് അത് പാടില്ലാത്തതാണ്, തെറ്റാണെന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. ഇവർ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരല്ല. അമേരിക്കയുടെ സംസ്കാരമാണത്. അമേരിക്ക അവിടെ ഉത്പാദിപ്പിക്കുന്ന അമിതമായ ആഹാരങ്ങൾ കടലിൽ കൊണ്ടുപോയി തള്ളുകയാണ്. ആ കടലിൽ കൊണ്ടുപോയി തള്ളുന്ന സമയത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പട്ടിണി പേക്കോലങ്ങൾ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ അമേരിക്ക കാണുന്നുണ്ട്. അതേ സമയത്ത് അവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കാതെ കൂടുതൽ ഉത്പാദിപ്പിച്ച വിഭവങ്ങളെ കടയിൽ നിൽക്കുകയാണ്. ആ അമേരിക്കക്കാരും പാവങ്ങൾക്ക് ആഹാരം കിട്ടുന്ന ഇതുപോലുള്ള പദ്ധതികളെ തടയാൻ വേണ്ടി രംഗത്ത് വരുന്ന വിദേശകാരും ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങളാണെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. ഈ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച സാമ്പത്തിക വിനിമയത്തിൽ ഇനി സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്തായ രീതിയിലുള്ള സാമ്പത്തികമായ വിനിമയമുള്ളതിന് പുറമെ നിർബന്ധമായ അവകാശം പാവപ്പെട്ടവർക്ക് വേണ്ടി സത്യവിശ്വാസികളുടെ സമ്പത്തിൽ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അതിനാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് പാവങ്ങളുടെ അവകാശമാണ്. പണക്കാരന്റെ സമ്പത്തിലുള്ള പ്രധാനമായും 4 ഇനം സ്വത്തുക്കളിലാണ് ഇസ്ലാം സക്കാത്ത് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തേത് ജിൻസുൽ അസ്മാൻ എന്ന് പറയുന്നത്, അഥവാ ലോകതലത്തിൽ വിലയായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ സക്കാത്ത് കൊടുക്കണം. ഏതാണ് ലോകതലത്തിൽ വിലയായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുക്കളിൽ? ഒന്ന് സ്വർണവും വെള്ളിയും, അതുപോലെ കറൻസി നോട്ടുകൾ, ഇതൊക്കെയാണ് ആ വകുപ്പിൽപ്പെടുന്നത്. രണ്ടാമത്തേത് ഉറൂലു തിജാറ, കച്ചവട മുതലുകളാണ്. നാം വിൽപ്പന നടത്താൻ ഉദ്ദേശിക്കുന്ന, വിൽപ്പനയായി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും അതിൽപ്പെടും. അത് ഏത് തന്നെയാണെങ്കിലും, ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റാണ് ഒരാൾ തേങ്ങ കച്ചവടക്കാരനാണ്, മരക്കച്ചവടക്കാരനാണ്, ഗ്യാസ് കച്ചവടക്കാരനാണ്, ഹോട്ടൽ കടക്കാരനാണ്, പലതരത്തിൽ കച്ചവടക്കാരനാണ്. ആരാവട്ടെ അയാൾ കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് പറയുക. മൂന്നാമത്തേത് നമ്മളുടെ മുഖ്യാഹാരവും അതോടൊപ്പം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയതുമായ ധാന്യങ്ങളിലും പഴവർഗ്ഗങ്ങളിലുമാണ്. പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ ലോകത്ത് അങ്ങനെയുള്ള ഗുണങ്ങളുള്ളത് 2 പഴങ്ങളാണ്. ഒന്ന് കാരക്കയും മറ്റൊന്ന് മുന്തിരി. ഇനി നെല്ല്, ചോളം, കടല, മുത്താറി പോലെയുള്ള മുഖ്യാഹാരങ്ങളൊക്കെ ഈ വകുപ്പിൽപ്പെടുന്നു. നാലാമത്തേത് കാലിൻ സമ്പത്താണ്. പ്രധാനപ്പെട്ട മാംസാഹാരമായി ലോകം ഉപയോഗിക്കുന്നതും ക്ഷീരോത്പാദനത്തിന് ഉപയോഗപ്പെടുത്തുന്നതും അത് ആടും മാടും ഒട്ടകവുമാണ്. ഈ വർഗത്തിൽ നിന്ന് മാത്രമാണ് കാലി സമ്പത്തിന് സക്കാത്തുള്ളത്. ഈ 4 മുതലല്ലാത്ത വേറെ മുതലുകളിലൊന്നും സക്കാത്ത് ഇല്ല. അപ്പൊ ചില ആളുകൾ രംഗത്ത് കൊണ്ടുകൊണ്ട് പറയുന്നത് പോരാ, എല്ലാ സമ്പത്തിലും സക്കാത്ത് വേണമെന്നാണ് അവർ പറയുന്നത്. ഉദാഹരണമായി ചിലപ്പോൾ അവർ ചോദിക്കാറുണ്ട്. എന്താണ് അവരുടെ ചോദ്യം? ഒരറബി, അയാൾക്ക് 5 ഒട്ടകമുണ്ട്, അയാൾ സക്കാത്ത് കൊടുക്കണം. എന്നാൽ ഒരു മലയാളി, അയാൾക്ക് 10 ആനയുണ്ട്, ആനയ്ക്ക് അയാൾ സക്കാത്ത് കൊടുക്കുകയും വേണ്ട. ഇത് നീതിയാണോ എന്നാണ് അവരുടെ ചോദ്യം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ആരോടാണ്? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൈസ അലൽ മുസ്ലിം ഫീ അബ്ദിഹി വലാ ഫർസിഹി സദഖ. സഹീഹ് ബുഖാരി പോലുള്ള ഹദീസിൽ കാണാം. ഒരു സത്യവിശ്വാസി തന്റെ കുതിരയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല, അടിമയ്ക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്വത്താണ് മനുഷ്യൻ അടിമകൾ ഉണ്ടായിരുന്നത്. ഇസ്ലാം തന്നെയാണ് അതില്ലാതെ ചെയ്യുന്നത്. അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു സ്വത്ത് കുതിരകളായി. അത് 2 സക്കാത്ത് വേണ്ട. എന്താ? അപ്പോൾ സക്കാത്ത് നിശ്ചയിക്കപ്പെടാനൊരു കാരണമുണ്ട്. അത് സമ്പത്താകുക എന്നത് മാത്രമല്ല, എല്ലാവർക്കും അത്യാവശ്യമായ സമ്പത്താവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഈ അടിമയിലോ കുതിരയിലോ സക്കാത്ത് വാങ്ങില്ല. ഇതുപോലെ ആനക്ക് ആന എന്ന നിലയ്ക്ക് സക്കാത്തില്ല. ഇതുപോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പച്ചക്കറികളിൽ സക്കാത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ലാ യസ്ഹു ബിഹാദാ ശൈഉൻ മിനൽ അഹാദീസ്. ഒരൊറ്റ സ്വഹീഹായ ഹദീസുകളും പച്ചക്കറിക്ക് സക്കാത്തുണ്ട് എന്ന വിഷയത്തിലില്ല. അപ്പോൾ ജനങ്ങൾക്ക് അത്യാവശ്യമായി ഉപയോഗിക്കൽ നിർബന്ധമായ വസ്തുക്കൾ, അതാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ സക്കാത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കൂ, ഓരോ സക്കാത്തിന്റെയും അളവ് വളരെ ലളിതമായി പറയുന്നു. ആദ്യം പറഞ്ഞ വിലയായി, സാർവത്രിക വിലയായി ഉപയോഗിക്കുന്ന സ്വർണവും വെള്ളിയും, ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി നോട്ടുകൾ, ഇവയുടെ സക്കാത്തിന്റെ കണക്കാണ് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ 20 മിസ്കാൽ ഉണ്ടായിരുന്നു. 20 മിസ്കാൽ എന്ന് പറഞ്ഞാൽ 85 ഗ്രാം വരും. നമ്മുടെ നാട്ടിൽ 85 ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിലുണ്ട്. അത് ഉദാഹരണത്തിന് ഒരാൾ ഗൾഫിൽ നിന്ന് വരികയാണ്, അയാൾ സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ടാണ് വരുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 82 ഗ്രാം, 85 ഗ്രാം, അതല്ലെങ്കിൽ 100 ഗ്രാം തോന്നി. അങ്ങനെ 100 ഗ്രാം സ്വർണവുമായ അയാള് കേരളത്തിലേക്ക് വരികയാണ്. അയാൾ ഈ സ്വർണം വാങ്ങിയത് മുഹറം 1-നാണെങ്കിൽ അടുത്ത മുഹറം 1 വരെ ചെലവായി പോകാതെ ആ സ്വർണം അയാൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്വർണത്തിന് കൊല്ലം പൂർത്തിയായാൽ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. 100 ഗ്രാമാണ് ഉള്ളതെങ്കിൽ 2.5 ഗ്രാം കൊടുക്കണം. ഇതുപോലെ വെള്ളിയുടെ സക്കാത്ത്, വെള്ളിയുടെ അളവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അത് 200 ദിർഹമാണ്. 200 ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 595 ഗ്രാം ഉണ്ട്. ആ 595 ഗ്രാം വെള്ളി ഒരാളുടെ കൈവശം നിൽക്കുന്നു ഒരു കൊല്ലം എങ്കിൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് സ്വർണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. സ്വർണത്തിൽ ആഭരണമായി സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്വർണം ഉണ്ടാകുന്നതൊക്കെ അതിന് സക്കാത്ത് വേണോ വേണ്ടോ നമ്മൾ ചിന്തിക്കണം. അതിന് സക്കാത്ത് നിർബന്ധമുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓരോ നാട്ടിന്റെയും പതിവനുസരിച്ച്, ആ നാട്ടിലെ ഏതൊക്കെ പതിവനുസരിച്ച് അമിതമല്ല എന്ന് പറയാവുന്ന അത്ര ഒരു പൊന്നിന് ഉപയോഗിക്കാം ആഭരണമായി സ്വർണം. ആണിന് സ്വർണ്ണാഭരണം പാടില്ലതാണ്. എന്നാൽ സാധാരണയിൽ കവിഞ്ഞ ആഭരണമുണ്ട് ഒരാൾ, ആ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. അത് 85 ഗ്രാം ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ ഒരാൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയോ അതല്ലെങ്കിൽ ആദായ നികുതിക്കാരനെയോ വെട്ടിക്കാൻ വേണ്ടി അയാള് കാശ് മുഴുവൻ സ്വർണ്ണാക്കി ആഭരണാക്കി വെച്ചതാണ്. അത് ഭാര്യത്തിലെ ഇഷ്ടമാണ്. എന്നാൽ ആ ആഭരണത്തിനും സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം, ഈ സ്വർണ്ണാഭരണം പോലെ തന്നെ വെള്ളിയാഭരണം. ഇനി ആ വെള്ളിയാഭരണത്തിന് നമ്മൾ പറഞ്ഞു 595 ഗ്രാമാണ്. ആ 595 ഗ്രാം വെള്ളിക്ക് വരുന്ന വിലയായി ഒരാളെ കൈവശം കറൻസി നോട്ടുണ്ടെങ്കിൽ അതിനും അയാൾ സക്കാത്ത് കൊടുക്കണം. കാരണം കറൻസി നോട്ട് എന്നത് വെള്ളി സ്വർണത്തിന്റെ സ്ഥാനത്താണ്. ആഗോളതലത്തിൽ വെള്ളി സ്വർണം വിലയായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുവാണ്. അതുകൊണ്ടാണ് അതിൽ സക്കാത്ത് നിർബന്ധമാക്കിയത്. വെള്ളിയെക്കാളും സ്വർണത്തെക്കാളും വില പിടിപ്പുള്ള പല മുത്തുകളും ലോഹങ്ങളും ഭൂമിയിലുണ്ട്, അവക്കൊന്നും സക്കാത്തില്ല. അതേസമയത്ത് ഇവർക്ക് മാത്രം സക്കാത്ത് വെക്കാനുണ്ടായ കാരണം അത് ജിൻസുൽ അസ്മാനിൽപ്പെട്ടതാണ്, വിലയായി ഉപയോഗിക്കുന്ന വർഗമാണ്. ആ വർഗത്തിലാണ് ഇന്ന് കറൻസി നോട്ടും പെടുന്നത്. കേവലം ഒരു കടലാസല്ല. നമ്മുടെ റിസർവ് ബാങ്ക് നോട്ടടിച്ചിറക്കുമ്പോൾ അത് ആസ്തിയായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ പ്രതിനിധിയായാണ് നമ്മുടെ കീശയിലേക്ക് വരുന്നത്. അതുകൊണ്ട് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ തോതനുസരിച്ച് സക്കാത്ത് കൊടുക്കണം കറൻസി നോട്ടുകൾക്ക്. പണ്ഡിതന്മാർ പറയുന്നത് കറൻസി നോട്ടിന്റെ സക്കാത്ത് കണക്കാക്കാൻ ഏറ്റവും നല്ലത് പാവങ്ങൾക്ക് കൂടുതൽ ഉപകാരം കിട്ടുന്ന വെള്ളിയോട് വിതരണം ചെയ്യലാണ്. അഥവാ 595 ഗ്രാം വെള്ളിയുടെ വില ഇന്നത്തെ വെള്ളിയുടെ കണക്കനുസരിച്ച് ഏകദേശം 8,000 രൂപയോളം വരും. 595 ഗ്രാം വെള്ളി, അത്രയും തുക ഒരാളെ കൈവശം കെട്ടിക്കടന്നു ഒരു കൊല്ലക്കാലം. എന്നാൽ ആ തുകക്ക് അയാൾ 2.5% സക്കാത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ഗൾഫിലുള്ള മകൻ പിതാവിന് അയച്ചു കൊടുക്കുന്നു വാപ്പാക്ക് എന്ന് പറഞ്ഞ 50,000 രൂപ, അല്ലെങ്കിൽ 1,00,000 രൂപ അയച്ചു കൊടുക്കും.
അത് കിട്ടുന്നത് റബീഉൽ അവ്വൽ 12-നാണ്. വാപ്പ അത് ഉടമയാക്കി. അങ്ങനെ അടുത്ത റബീഉൽ അവ്വൽ 12 വരെ വാപ്പ അത് പെട്ടിയിൽ സൂക്ഷിച്ചു, അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരു കൊല്ലം പൂർത്തിയായി കഴിഞ്ഞാൽ ആ 1,00,000 രൂപയുടെ 2.5% അഥവാ 2,500 രൂപ അത് പാവപ്പെട്ടവർ അവകാശമാണ്. സക്കാത്തായി അവർക്കത് കൊടുക്കണം. മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രൊമോഷൻ സെയിൽസിലൂടെ നടത്തിയ മാർക്കറ്റിംഗ് സർവേയിൽ അംഗീകാരവും ജനപ്രീതിയും പിടിച്ചുപറ്റിയ സെമി ലിക്വിഡ് ക്ലോത്ത് വാഷ്, സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ എന്നിവയുടെ വിപണന ഉദ്ഘാടനം 2007 ഓഗസ്റ്റ് 15 കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ വെച്ച് നടന്നു. നിർമ്മാതാക്കളായ ടോട്ടൽ ട്രാക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ സമദ് കെ അഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ശ്രീ എം ഭാസ്കരൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമായിരുന്നു. ഈ ഉദ്യമത്തിന് മുന്നോട്ട് വന്ന സുഹൃത്തുക്കളെ ഞാൻ അങ്ങേയറ്റം അനുമോദിക്കുന്നു. സെൻ എന്ന പേരിൽ ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഇന്നും കമ്പോളത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ 2 ഉൽപ്പന്നങ്ങൾ കേരളം ഏറ്റവും നല്ല നിലയിൽ സ്വീകരിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നമസ്കാരം. സെമിയുടെ വിപണന ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഇസ്മയിൽ വസക്ക് നൽകിക്കൊണ്ട് മന്ത്രി നിർവഹിക്കുകയുണ്ടായി. സെന്റിന്റെ വിപണന ഉദ്ഘാടനം നിർവഹിച്ചത് ജനാബ് എം പി അബ്ദുൾ സമദ് സമദാനിയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി സേതുമാധവൻ ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷെ സ്വന്തം കഠിനാധ്വാനത്തിലൂടെ, സ്വന്തം ദൃഢനിശ്ചയത്തിലൂടെ, സ്വന്തം ബുദ്ധിവൈഭവത്തിലൂടെ, മറ്റാർക്കും തോന്നാത്തത് തോന്നിക്കൊണ്ട്, മറ്റാർക്കും തോന്നാത്ത ആശയങ്ങളെ ആവിഷ്കരിച്ചുകൊണ്ട് ഇതുപോലുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അഭിനന്ദനായ വ്യവസായ മന്ത്രി സൂചിപ്പിച്ച പോലെ വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്, വളരെ ശുഭോദർക്കമാണ്, മാതൃകാപരമാണ്. ഇതിൻ്റെ ടോട്ടൽ ട്രാക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സമദ് കെ അഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മകുശലനായ ഒരു ചെറുപ്പക്കാരനാണ്. മിസ്റ്റർ സമദ് തൻ്റെ പ്രയത്നത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നീണ്ടൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അദ്ദേഹത്തെ വളരെ കാലമായി തന്നെ വ്യക്തമായി അറിയുന്ന ആളാണ്. അധ്വാനിക്കാനും വ്യവസായങ്ങൾ തുടങ്ങാനും പരീക്ഷിക്കുവാനും കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊമോഷൻ സെയിൽസിനോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് രാവിലെ 10 മണിക്ക് ടോട്ടൽ ട്രാക്ക് ഓഫീസിൽ വെച്ച് നടന്നു. ഇതുപോലെ തന്നെ ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തപ്പെടുന്ന ഒരാൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അയാളെ ശമ്പളത്തിന്റെ ഒരു ഭാഗം, ഉദാഹരണത്തിന് ഒരു 3000 രൂപ, അയാളതാ ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ ബാങ്കിൽ നിശ്ചയിച്ചു. അത് നല്ലതാണോ അല്ലേ, പറ്റുമോ ഇല്ലേ എന്നൊരു വേറൊരു. എന്നാൽ 2ാമത്തെ മാസം അയാൾ 6000 രൂപ നിക്ഷേപിച്ചു. 3ാമത്തെ മാസവും കൂടി 3000 നിക്ഷേപിച്ചതോടെ അയാളുടെ സമ്പാദ്യം 9000. അങ്ങനെ ആയപ്പോഴേക്ക് അത് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള നിസാബത്ത് കഴിഞ്ഞു. അങ്ങനെ 3 മാസം നിക്ഷേപിച്ചപ്പോഴേക്ക് 8000 രൂപ കടന്നാൽ അയാൾ അന്ന് നോട്ടിൽ എഴുതി വെക്കണം. എന്താണ് എഴുതേണ്ടത്? സക്കാത്തിനുള്ള തുക നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി ആ നിക്ഷേപിച്ച തീയതി മുതൽക്ക് അടുത്ത വർഷം അതേ തീയതി വന്നാൽ ആ 3 മാസം നിക്ഷേപിച്ച തുകക്ക് സക്കാത്തിന്റെ കാലമായി അതിൻ്റെ സക്കാത്തപ്പം കൊടുക്കണം. ഇനി 4ാമത്തെ മാസം അയാൾ ശമ്പളത്തിന്റെ ഭാഗമായി നിക്ഷേപിക്കും. അതിന് ഇതിന്റെ കൂടെ സക്കാത്ത് കൊടുക്കേണ്ട കാരണം സമയമായിട്ട് പിന്നെ 2ാമത്തേത് വീണ്ടും 5ാമത്തേത് വീണ്ടും 6ാമത്തേത് നിക്ഷേപിക്കും. അപ്പോഴേക്കാണ് പിന്നീടുണ്ടാകുന്നത് സക്കാത്തിന്റെ ഒരു നിസാബ് ബാങ്കിൽ വരുന്നത്. അതിന് പിന്നീട് കൊല്ലം പൂർത്തിയാകുമ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കണം. ഈ രീതിയിൽ നിക്ഷേപങ്ങൾക്ക് ഓരോന്നിനും അയാൾ സക്കാത്ത് കൊടുക്കണം. നമ്മൾ വൻകിട കുറി നടക്കുന്ന ആളുകളുണ്ടാവും. മാസത്തിൽ 1000 രൂപ മുഖ്യ 20 അംഗങ്ങളുള്ള കുറിയാണെങ്കിൽ 8 മാസം കിട്ടൂ. അയാൾക്ക് നേരത്തെ കിട്ടിയില്ല, കിട്ടിയ അയാൾ രക്ഷപ്പെട്ടു. അയാൾക്ക് അതിന്റെ പേര് വെട്ടാത്ത ചെലവായി പോയാ അതേ സമയത്ത് അയാൾക്ക് 8 മാസം കഴിഞ്ഞിട്ടും കുറി കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ അയാൾ സക്കാത്തിന്റെ നിസാബിന്റെ ഉടമയായി. ഇനി അയാൾക്ക് കുറി കിട്ടുന്നത് അവസാനമാണെന്ന് വെക്കുക. എന്നാൽ പിന്നീട് ഒരു കൊല്ലക്കാലം കൂടി ഇയാളുടെ ഈ നിസാബ് അവിടെ കെട്ടിക്കിടന്നു. അപ്പൊ ആ കുറിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരും.
ഇതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രോവിഡന്റ് ഫണ്ടുണ്ട്. അതിൽ തുക നിക്ഷേപിക്കുന്നു, പിടിച്ചെടുക്കുന്നു ഗവൺമെന്റ് ഇയാളുടെ അവകാശം. ആ പിടിച്ചെടുക്കുന്ന തുകയുടെ കണക്ക് നമ്മൾ പരിശോധിക്കുകയും ആ കണക്കിൽ നമുക്ക് സക്കാത്തിന് അർഹമായ തുക നിക്ഷേപം വന്നു എന്ന് കണ്ടാൽ അത് രേഖപ്പെടുത്തി വെക്കുകയും വേണം. ഇതുപോലെയുള്ള ബിസിനസ്സുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇനി നമ്മൾ ഓർക്കുക, കച്ചവടത്തിന്റെ സക്കാത്തിലേക്ക് നമുക്ക് കടക്കാം. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് റിയൽ എസ്റ്റേറ്റ് ആയാലും, ജ്വല്ലറി ആയാലും, വാഹന കച്ചവടമായാലും, മരക്കച്ചവടമായാലും, പെട്രോൾ പമ്പാണെങ്കിലും, ഫർണിച്ചറാണെങ്കിലും, ഗ്യാസ് ആവട്ടെ, ഇനി തേങ്ങയാവട്ടെ, കാലിക്കച്ചവടമാവട്ടെ, ഇതിനൊക്കെ സക്കാത്തുണ്ട്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ചില ആളുകൾ എന്താ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചില ആളുകൾ പീടികയിലുള്ള പഴയ ബ്രഷും പഴകിയ സോപ്പും കുറ്റിയൊക്കെ സക്കാത്തായിട്ട് എടുത്തു കൊടുത്തു. അങ്ങനെയല്ല സക്കാത്ത് കൊടുക്കുന്നത്. കടക്കാരൻ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാം? ഉദാഹരണം വെക്കുക, ഒരാൾ ഗൾഫിലുള്ള തന്റെ സഹോദരൻ 1,00,000 രൂപ അയച്ചു. എന്തിനാണ് അയച്ചുവിട്ട്? ഒരു ഫുട് വെയർ തുടങ്ങാവുന്നത്. ആ 1,00,000 രൂപ അയാൾക്ക് കിട്ടുന്നത് ഇവിടെ മുഹറം മാസം 10-ാം തീയതിയാണ്. എന്നിട്ട് അയാൾ ഫുട് വെയർ തുടങ്ങുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. സഫർ 10 സഫർ 10 വരെ ഇത് കച്ചവടങ്ങൾ തുടങ്ങുന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി സഫർ 10 തന്നെ അയാള് കച്ചവടമാണ്. എന്നാൽ ഇയാൾ എന്ത് ചെയ്യണം? അടുത്ത മുഹറം 10 കടയടച്ച് സ്റ്റോക്ക് നടത്തണം. സഫർ 10 കച്ചവടം തുടങ്ങിയത് അതിന് കാത്തിക്കേണ്ടതില്ല. കാരണം എന്താ? ഈ കച്ചവടം തുടങ്ങാൻ ഉപയോഗിച്ച സംഖ്യ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള 1,00,000 രൂപ ഉണ്ട്. 8,000 മതി, പക്ഷെ 1,00,000 തന്നെ ഉണ്ട്. ആ 1,00,000 രൂപ ഇയാളെ കൈവശം വന്ന തീയതി മുതൽക്ക് അയാൾ അതിന് സക്കാത്തിന്റെ നിസാബ് അയാളെ കൈവശം വന്ന തീയതി മുതൽക്കാണ് കൂട്ടേണ്ടത്. അപ്പം കഴിഞ്ഞ മുഹറം 10 മുതൽക്ക് തന്നെ അയാൾ കൂട്ടണം. അടുത്ത മുഹറം 10 അയാൾ കടയടച്ചിട്ട് അവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും സാധാരണ രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ള വില എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ കൊടുത്ത് കടം കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിന് കിട്ടുമെന്ന് ഉറപ്പുള്ളതും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഈ ബിസിനസ്സിലൂടെ കിട്ടിയ ലാഭം തുകയായോ മറ്റോ ഇവിടെ ശേഖരിച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് കൂട്ടുക. ബാങ്കിൽ ഡെപ്പോസിറ്റായി നിക്ഷേപിച്ചതുണ്ടെങ്കിൽ അതും ഇതിലേക്ക് കൂട്ടി. ഇതിന്റെ ലാഭമാണ്. അതെല്ലാം കൂട്ടി നോക്കുമ്പോൾ മൊത്തം 10,00,000 രൂപയുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ 10,00,000 ആകെ 2.5% അയാൾ സക്കാത്തായിട്ട് കൊടുക്കണം. 25,000 രൂപ. ഈ രീതിയിലാണ് കച്ചവടക്കാര് അവരുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചിന്തിച്ച ചില ആളുകൾ കൂറ് കച്ചവടമുള്ളവരുണ്ട്. കൂറ് കച്ചവടമാകുമ്പോൾ ഓരോരുത്തരുടെ കൂറും സക്കാത്തിന്റെ അളവുണ്ടാവണമെന്നില്ല. രണ്ടാളുടെയും കൂടെ ഉടമയിലുള്ളത് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടെങ്കിൽ അവരതിന് കണക്കാക്കി സക്കാത്ത് കൊടുക്കും. ഇനി ഒരു മുസ്ലിമാണ് ഒരു കച്ചവടക്കാരൻ കൂടുകാരൻ അമുസ്ലിമാണ്. എന്നാൽ എന്ത് വേണം? മുസ്ലിമായ മനുഷ്യന്റെ വിഹിതം സക്കാത്തിന്റെ നിസാബുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അമുസ്ലിമായതിന്റെ ഒരു കൂട്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, നിസാബ് അവസാനത്തിൽ മാത്രം പരിഗണിച്ച കച്ചവടം. തുടങ്ങുമ്പം 8,000 കച്ചവടം പാടുന്നില്ല. 5,000 സാധനം കൊണ്ട് ഒരാൾ കച്ചവടം തുടങ്ങുന്നത് റബീഉൽ അവ്വൽ 1 എന്നാൽ അടുത്ത റബീഉൽ അവ്വൽ 1 ആകുമ്പോ അയാള് പരിശോധന നടത്താൻ. അപ്പൊ ആകെ 25,000 സാധനം അല്ലെങ്കിൽ 1,00,000 സാധനമുണ്ട്. എന്നാൽ അവസാനത്തിൽ ഈ സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ ഉണ്ടായാൽ മതി. കച്ചവടത്തിൽ തുടക്കത്തിൽ അത് വേണ്ട. എന്നാൽ വെള്ളിയും സ്വർണവും കറൻസിയുമാണെങ്കിൽ തുടക്കത്തിലും ഒടുക്കത്തിലും അത് സക്കാത്തിന് മാത്രമുള്ള സംഖ്യ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയുന്നത് മുഖ്യാഹാരങ്ങളിലുള്ള സക്കാത്താണ്. മുഖ്യാഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമ്മളെ ധാന്യങ്ങളാണ്. അരി, ഗോതമ്പ്, യവം, ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിൽ നിന്നും സൂക്ഷിക്കാൻ പറ്റിയതും മുഖ്യാഹാരമായി ലോകതലത്തിൽ ഉപയോഗിക്കുന്നതുമായ പഴങ്ങൾ അത് 2 ഒന്ന് സാരത്തെയും മുന്തിരിയും. ഇങ്ങനെയുള്ള നെല്ല്, ഗോതമ്പ് പോലുള്ള നമ്മുടെ നാട്ടിൽ ധാരാളം ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഓരോ നെൽ കർഷകനും അയാളുടെ സക്കാത്തിനെ കുറിച്ച് ബോധമുണ്ടായിരിക്കണം. എന്താണ് നെല്ലിന്റെ സക്കാത്ത്? തൊലിയോടുകൂടെ സൂക്ഷിക്കപ്പെടുന്നതാണെങ്കിൽ 1920 ലിറ്റർ ഉണ്ടെങ്കിൽ, അഥവാ 600 സോ എന്ന് പറഞ്ഞാൽ 1920 ലിറ്ററാണ്.
1920 ലിറ്റർ എന്ന് പറഞ്ഞത് ഒരു വിളവിൽ മാത്രമാവണമെന്നില്ല. ഒരു വർഷത്തെ സാധാരണഗതിയിൽ കേരളത്തിൽ പലയിടത്തും 3 വിളകളുണ്ട്. ചിങ്ങവും അതുപോലെ തന്നെ കന്നി, പുഞ്ച എന്ന് പറയുന്ന 3 വിളകൾ. ആ 3 വിളവും കൂടെ കൂട്ടി നോക്കിയിട്ട് 1920 ലിറ്റർ ഉണ്ടെങ്കിൽ അയാള് അതിന് സക്കാത്ത് കൊടുക്കണം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അത് നനയ്ക്കാൻ വേണ്ടി ചെലവ് വന്നിട്ടില്ലെങ്കിൽ 10% കൊടുക്കണം. നനയ്ക്കാൻ ഇയാൾക്ക് ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ 5% കൊടുത്താൽ മതി. ഇതുപോലെ തൊലി ഉരിഞ്ഞ് സൂക്ഷിച്ചാണ്, അരിയാക്കിയിട്ടാണ്, നെല്ലിന്റെ തോല് കൊടുത്തിട്ടാണെങ്കിൽ അതിന്റെ നേർപകുതി 960 ലിറ്റർ ഉണ്ടായാണ് അതിന് സക്കാത്ത് കൊടുക്കണം. എന്നാൽ പലയിടങ്ങളിലും നെല്ലിന്റെ കൊയ്ത്തുകാർക്ക് മെതിക്കുന്നവർക്കും കൂലിയായിട്ട് നെല്ല് കൊടുക്കാറുണ്ട്. ആ നെല്ലും കൂടെ നമ്മൾ ഈ അളവിൽ ഉൾപ്പെടുത്തണം. അത് കഴിച്ചിട്ട് 1920 ലിറ്റർ ഉണ്ടോന്നല്ല, കൂലി കൊടുത്ത നെല്ലും കൂടെ ഉൾപ്പെടെ 1920 ലിറ്റർ ഉണ്ടെങ്കിൽ ആൾ കൊടുക്കണം. ചെറുകിട കർഷകർ കൊടുക്കേണ്ടതില്ല. ഇനി കാലി സമ്പത്താണ്, വിശദമായി പറയേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ അത്ര വലിയ കർഷകർ കാലി സമ്പത്തുള്ള ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ സദസ്സ് ഞാൻ കൂടുതൽ ആ ഭാഗത്തേക്ക് നടക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു സക്കാത്ത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തോടുകൂടെ പെരുന്നാൾ ദിവസത്തിൽ, ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ കൊടുക്കേണ്ട വളരെ വലിയ ഒരു ദാനമാണ് ഫിത്ർ സക്കാത്ത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ തുഹറത്തൻ ലിസ്യാം മിനൽ ലഗ്വി വറഫസി വതുഹ്മത്തൻ ലിൽ മസാകീൻ. പെരുന്നാളിന്റെ ദിവസം നോമ്പുകാരന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഈ സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, നിസ്കാരത്തിന് വല്ല തകരാറും സംഭവിച്ചാൽ പകരം സഹവിന്റെ സുജൂദ് ചെയ്യുന്നത് പോലെയാണ്. നോമ്പിന് പറ്റുന്ന തകരാറുകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമായി പഠിപ്പിച്ചു. അതോടൊപ്പം പാവങ്ങൾക്കുള്ള ഭക്ഷണം അത് ഇസ്ലാം അവിടെ കാണുന്നു. അങ്ങനെ പാവങ്ങൾക്ക് ആഹാരം കിട്ടാനുള്ള ഒരു പദ്ധതി കൂടിയാണ്. അതെത്രയാണ് കൊടുക്കേണ്ടത്? എന്താണ് കൊടുക്കേണ്ടത്? അത് ആഹാരം തന്നെ കൊടുക്കണം, വില കൊടുക്കാൻ പോരാ. ഒരു നിയമം വെച്ചാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം. ബലി പെരുന്നാളിന് ബലിയർത്ത് ദാനം കൊടുക്കണം, അതിന് പകരം ഒരാൾ ഇറച്ചി വാങ്ങാനുള്ള കാശ് കൊടുത്താൽ പോരാ. ഇതുപോലെ ചെറിയ പെരുന്നാളിന് അരി വാങ്ങാനുള്ള പണം കൊടുത്താൽ പോരാ. അത് അരി തന്നെ നമ്മൾ അവർക്ക് കൊടുക്കണം, മുഖ്യാഹാരം കൊടുക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്താണ് ഇത് നിങ്ങൾ പറയുന്നത്? ഇതാ അല്ലാഹു ഈ ദിവസത്തിൽ ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തുൽ ഫിത്ർ സ്വഅൻ മിൻ തംറിൻ ഔ സ്വഅൻ മിൻ ശഈരിൻ. അല്ലാഹുവിന്റെ റസൂൽ ഒരു അതല്ലെങ്കിൽ ഒരു യവം അല്ലെങ്കിൽ ഗോതമ്പ് ഇതുപോലുള്ള മുഖ്യാഹാരങ്ങളാണ് സക്കാത്തായി ഫിത്ർ സക്കാത്തായി കൊടുക്കാൻ പറഞ്ഞത്. അത് അലൽ അബ്ദി വൽ ഹുർരി വൽ സക്കരി വൽ ഉൻസാ വസ്സഈരി വൽ കബീർ. ചെറിയവർക്കും വലിയവർക്കും ആണിനും പെണ്ണിനും അടിമക്കും സ്വതന്ത്രനും എല്ലാവർക്കും ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. സ്വതന്ത്രൻ അടിമയുടേത് കൊടുക്കണം, കുട്ടികളുടേതും കൊടുക്കണം, അതുപോലെ ഭാര്യമാരുടേതും കൊടുക്കണം. മാത്രമല്ല ആളുകൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അത് കൊടുത്തു വിട്ടാൻ ശ്രമിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുക, സക്കാത്തിന്റെ ഈ അരിയല്ലാതെ അതിന് പകരം വില കൊടുക്കുന്ന പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ ചില ആളുകൾ അതുപോലെ വില വാങ്ങി വിതരണം നടത്തുന്ന ആളുകളുണ്ട്. അത് പറ്റില്ല. നമ്മൾ ആ വസ്തു തന്നെ കൊടുക്കണം, അരി തന്നെ കൊടുക്കണം. ഇതിന്റെ അളവ് എത്രയാണ്? ഒരാൾക്ക് എത്ര കൊടുക്കണം? ഒരു സ്വായ് എന്നാണ് നബികൾ പഠിപ്പിക്കുന്നത്. ഒരു സ്വായ് എന്ന് പറഞ്ഞാൽ 4 മുദ്ദാണ്. നമ്മുടെ അളവനുസരിച്ച് 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമാണ്. തൂക്കം ഏകദേശം 2,500 വരും. അപ്പൊ ഒരാളുടെ ഫിത്ർ സക്കാത്ത് 2,500. ഒരു വീട്ടിലാകെ 4 മെമ്പർമാരുണ്ടെങ്കിൽ 10 കിലോഗ്രാം ഫിത്ർ സക്കാത്തായിട്ട് അരി വാങ്ങി കൊടുക്കണം. ഇതാണ് നമ്മൾ നടത്തുന്നത്. ഒരാളെ വീട്ടിൽ 10 പേരുണ്ടെങ്കിലോ 25 കിലോഗ്രാം അരി വാങ്ങി കൊടുക്കണം. പെരുന്നാളിന്റെ രാവ് മുതൽക്കാണ് ഇത് നിർബന്ധമാകുന്നതെങ്കിൽ റമളാൻ 1 മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നതിന് വിരോധമാണ്.
എന്നാൽ ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന പെരുന്നാളിന്റെ അന്ന് കൊടുത്താള് കൊടുക്കാനും വാങ്ങിയാള് വാങ്ങാനും അർഹനായി ഉണ്ടായിരിക്കണം. വാങ്ങിയാള് അപ്പോഴേക്ക് വലിയ സമ്പന്നനായി പോയിട്ടുണ്ട് പെരുന്നാളിന്റെ ദിവസത്തേക്ക്. എന്നാൽ നമ്മൾ കൊടുത്ത ഫിത്ർ സക്കാത്ത് മതിയായില്ല, രണ്ടാമത് കൊടുക്കേണ്ടി വരും. അപ്പോ നിർബന്ധമാകുന്നത് പെരുന്നാളിന്റെ രാത്രിയോടുകൂടെയാണ്. പെരുന്നാളിന്റെ രാവും അതുപോലെ തന്നെ അതിന്റെ തലേന്നുള്ള നോമ്പിന്റെ അവസാനത്തെ ദിവസവും കൂടിച്ചേർന്ന് ഉള്ള ഒരാൾ, അവർക്കൊക്കെ സക്കാത്ത് നിർബന്ധമാണ്. അപ്പം പെരുന്നാൾ രാവ് ആയതിനു ശേഷം മഗ്‌രിബിന് ശേഷം ഒരാൾ കൊടുക്കും, എന്നാൽ അയാളുടെ പേരിൽ സക്കാത്ത് കൊടുക്കണം. പെരുന്നാൾ രാവിലെ അന്ന് മഗ്‌രിബ് ആയതിനു ശേഷം ഒരാൾ തന്റെ ഭാര്യയെ തൊലാക്കിയിരുന്നു, അവൾക്ക് കൊടുക്കണം. ഇതുപോലെ ഗൾഫുകാരന്റെ സക്കാത്ത് അത് കൊടുക്കേണ്ടത് അവിടെ തന്നെ, അത് നാട്ടിൽ വിതരണം ചെയ്യാൻ മതിയാകില്ല. ഗൾഫുകാരന്റെ സമീപത്ത് ജോലിയില്ലാത്ത എത്രയോ പാവപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാവും. ചിലർ അന്വേഷിക്കാൻ പഠിച്ചിട്ട് അത് നാട്ടിലേക്ക് കഴിച്ചു. അങ്ങനെയല്ല, അവിടെയുള്ള പാവങ്ങളെ കണ്ടെത്തി നമ്മൾ അവർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു ആൾ എവിടെയാണോ അയാൾ താമസിക്കുന്നത് അവിടെയാണ് ആളുടെ സക്കാത്ത് കൊടുക്കുന്നത്. ഒരാളുടെ ഭാര്യ അവളുടെ വീട്ടിലാണ് പെരുന്നാളിൽ താമസിക്കുന്നത്, ആ ഭർത്താവിന്റെ നാട്ടിൽ അയാളെ പരിസരത്ത് കൊടുത്താൽ പോരാ, അവളുടെ ഫിത്ർ സക്കാത്ത് അവൾ താമസിക്കുന്നിടത്താണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഇനി നമ്മൾ വിതരണത്തിന്റെ സമയം ചിന്തിക്കണം. നമ്മൾ പറഞ്ഞു റമളാൻ 1 മുതൽ കൊടുക്കൽ അനുവദനീയമാണ്. എന്നാൽ റമളാനിന്റെ പകലിനെയും വിട്ട് അതിനെ ചിന്തിക്കൽ നിഷിദ്ധമാണ്, പാടില്ലാത്തത്. എന്നാൽ എല്ലാ വർഷവും നമ്മുടെ സക്കാത്ത് വാങ്ങാൻ വരുന്ന ഒരാൾ വരാറുണ്ട് എന്ന് കരുതി അയാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഇനി വിതരണ രീതിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുന്നു. സക്കാത്ത് വിതരണം ഇന്ന് വളരെയധികം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ധനത്തെ 2 ഭാഗമായാണ് ഇസ്ലാം ഇവിടെ കാണുന്നത്. ഒന്ന് അൽ അംവാലുൽ ളാഹിറ, മറ്റൊന്ന് അൽ അംവാലുൽ ബാത്തിന. പരസ്യമായ മുതലും മറ്റൊന്ന് രഹസ്യമായ മുതലാണ്. എന്താണ് പരസ്യമായ മുതലുകൾ? സക്കാത്തിന്റെ മുതലുള്ള കൂട്ടത്തിൽ പരസ്യമായത് എന്താണ്? മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അംവാലുൽ ളാഹിറ, പ്രത്യക്ഷമായ ധനം എന്ന് പറഞ്ഞത് അസ്റുഉ, ഒന്ന് കാർഷിക വിളകളാണ്, 2 അൽ മവാശി, കാരി സമ്പത്താണ്, 3 അസ്തിമാർ വൽ മആദിൻ, പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഖനനം, വെള്ളി സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന വെള്ളി സ്വർണങ്ങളുമാണ്, ഖനനം ചെയ്തെടുക്കുന്നതുമാണ്. ഇതാണ് പരസ്യമായി എന്ന് പറഞ്ഞാൽ ആർക്കും കാണാവുന്നതാണ്. ഇനി രഹസ്യമായ മുതലുണ്ട്, അതേതാ? മഹാൻ എന്ന് പറയുന്നത് അത് വെള്ളിയും സ്വർണവും, അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കറൻസി നോട്ടുകൾ, നിധി കിട്ടിയാൽ അത് ഉറൂബിത്തിജാറ, കച്ചവടത്തിന്റെ മുതലിന്റെ സക്കാത്ത്, സക്കാത്തുൽ ഫിത്ർ, സക്കാത്തുൽ ഫിത്ർ ശറഉൽ മുഹദ്ദിസിന്റെ 6-ാം വോള്യം 164-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ 2 ഭാഗമാണ് സക്കാത്ത്, ഒന്ന് പ്രത്യക്ഷമായതും മറ്റൊന്ന് പരോക്ഷമായതും. ഒരു ഭാഗം ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അവർക്ക് ഏറ്റെടുത്ത് വിതരണം നടത്താൻ മാറ്റിവെച്ചു, ഒരു ഭാഗം ദായകർ തന്നെ നേരിട്ട് വിതരണം ചെയ്യാൻ മാറ്റിവെച്ചു. എന്തിനാണ് ഇങ്ങനെ വെച്ചത്? ഒന്ന്, ഗവൺമെന്റ് പട്ടിണി നിർമ്മാർജ്ജനത്തിന് ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി. രണ്ടാമത്തേത്, പട്ടിണി നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ ദായകർക്ക് പല മനുഷ്യരോടും കടപ്പാടുണ്ട്, തന്റെ അടുത്ത ബന്ധുക്കളോടും അയൽവാസികളോടും സുഹൃത്തുക്കളോടും. ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനും ദാനധർമ്മത്തോടൊപ്പം സ്നേഹവും കൂടി ദാനം ചെയ്യാനുമാണ് ഒരു ഭാഗം ദായകർ നേരിട്ട് കൊടുക്കാൻ വേണ്ടി ശറഅ് നിശ്ചയിച്ചിട്ടുള്ളത്. ഏതാണ് ഗവൺമെന്റിന് ഏൽപ്പിക്കേണ്ട മുതല്? അത് പരസ്യമായ മുതലുകളാണ്. അത് കാർഷിക വിളകളും കാലി സമ്പത്തുകളും പഴവർഗ്ഗങ്ങളിലെ താരക്കമുദ്രയും അതുപോലെ തന്നെ സ്വർണത്തിന് വേണ്ടിയൊക്കെ ഖനനം ചെയ്യാനുള്ള വലിയ കേന്ദ്രങ്ങളാക്കുന്നുണ്ടെങ്കിലാണ്. നമ്മുടെ നാട്ടിൽ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത് ഏതാ? സാധാരണ ഉണ്ടായാലും കാർഷിക വിളകൾ. പിന്നെ കാർഷിക മുദ്ര നമ്മുടെ നാട്ടിലില്ല, വലിയ കാലി കർഷകർ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പൊ ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ നമ്മളെ കാർഷിക വിളകളുടെ സക്കാത്ത് അവരെ ഏൽപ്പിക്കാം. അതേ സമയത്ത് വെള്ളി സ്വർണവും അതിന്റെ സ്ഥാനത്ത് വരുന്ന കറൻസി നോട്ടുകളും കച്ചവടത്തിന്റെ ചരക്കിന്റെ മുതലുകൾ സക്കാത്തും ഇതുപോലെ ഫിത്ർ സക്കാത്ത് നമ്മുടെ നാട്ടിൽ സാധാരണ ഉള്ള സക്കാത്തുകൾ കൂടുതലാകാം. ആ സക്കാത്തുകൾ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ പോലും അവർക്ക് ചോദിച്ചു വാങ്ങാൻ അധികാരമില്ല എന്നാണ് ഇസ്ലാമിക നിയമം. നമ്മൾ ചിന്തിക്കണം.
ആധുനിക കാലഘട്ടത്തിൽ സക്കാത്ത് കമ്മിറ്റികളും പിരിവാരും ധാരാളം. ആ ഘട്ടത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അമ്മൽ അമ്വാലിൽ ബാത്തിൽ, പരോക്ഷമായ ധനങ്ങളുടെ സക്കാത്ത്. നേരത്തെ പറഞ്ഞ വെള്ളിയും സ്വർണവും കച്ചവട മുതലുകളും സക്കാത്തിൽ ഫിത്റും ഉൾക്കൊള്ളുന്നു. നോട്ടിന്റെ സക്കാത്ത് ഉൾപ്പെടെയുള്ള രഹസ്യമായ മുതലുകളുടെ സക്കാത്ത്, അഥവാ അതൊരാളെ കയ്യിലൊക്കെ ഉണ്ടെന്ന് വേറൊരാൾ സാഹിത്യമായി പറയാൻ കഴിയും. അത് ഫഖാലൽ മാവർദി, ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസലിൽ ഉലാത്തി നദറുൻ ഫീ സക്കാത്തിഹ, അതിന്റെ സക്കാത്തിൽ ഭരണാധികാരികൾക്ക് അവകാശമില്ല. വഅർബാബുഹ അഹഖു ബിഹാ, ദായകർ തന്നെയാണ് അത് നൽകാൻ ഏറ്റവും അർഹർ. ഇമാം മഹല്ലി തന്റെ കൻസുറായിലെ 2ാം വാല്യം 42-43 പേജുകളിലേക്ക്. വലൈസലിൽ ഉലാത്തി, ഭരണാധികാരികൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ ഭാഗത്ത് കയ്യൂബ് വിശദീകരിക്കുന്നത് കാണാം. അയ്യഹ്റുമു അലൈഹി, അവർക്ക് ഹറാമാണ് ഈ സക്കാത്തിന്റെ മുതൽ ചോദിക്കൽ. ഇതുപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ 3ാം വാല്യം 344-ാമത്തെ പേജിൽ എഴുതുന്നു, വലഹു ഐനുൽ മാലിക് റസീദ് ഔ വലിയ വൈബ്, വിനിമയം നടത്താൻ ശേഷിയുള്ള ആ ഉടമക്ക് ധനത്തിന്റെ അവകാശം, അവൻ അവകാശമുണ്ട്. ഔ വലിയ വൈബ്, അതല്ല വിനിമയം നടത്താൻ ശേഷിയില്ലാത്തവനാണെങ്കിൽ അവന്റെ വലിയ അധികാരമുണ്ട്. അയ്യു അദ്ദിയ ബിനഫ്സിഹി സക്കാത്തുൽ മാലിൽ ബാഖി, പരോക്ഷമായ മുതലുകളുടെ സക്കാത്ത് അവർ സ്വയം വീട്ടുകയാണ് വേണ്ടത്. എന്നിട്ട് അദ്ദേഹം എഴുതുന്നു, വലൈസലിൽ ഇമാമി അൻയത്ലുബഹ, അത് ചോദിക്കാൻ ഇസ്ലാമിക ഭരണാധികാരിക്കാകുമ്പോൾ അവകാശമില്ല. ഇജ്മാഅൻ, ഇത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഏകകണ്ഠമായ തീരുമാനമാണ്. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദിബിൽ എഴുതുന്നു, ലിൽ മാലിക് അൻ യുഫരിഖ സക്കാത്ത മാലിഹിൽ ബാഖി ബിനഫ്സിഹി, ഉടമ അവന്റെ മുതലിന്റെ സക്കാത്ത് നേരിട്ട് വിതരണം നടത്തണം. വഹാദാ ലാ ഖിലാഫ ഫീഹി, അതിൽ സംശയമല്ല. ബാത്തിനിയായ മുതലിന്റെ സക്കാത്ത് സ്വന്തം ആണ് വിതരണം നടക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വനക്കല അസ്ഹാബുനാ ഫീഹി ഇജ്മാഉൽ മുസ്ലിമീൻ, മുസ്ലിംകളുടെ ഇജ്മാ ഉണ്ടെന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു, വലൈസലിൽ ഇമാമി അൻ യുതാരിബഹു, ഇമാമിന് അവകാശമില്ല മറഞ്ഞു കിടക്കുന്ന മുതലിന്റെ സക്കാത്ത്, അഥവാ നോട്ടിന്റെയും വെള്ളിയുടെയും കച്ചവട മുതലിന്റെയും ചിത്ര സക്കാത്ത്, അത് ചോദിക്കാൻ ഇമാമിന് അവകാശമില്ല. അത് ഇജ്മാ ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, സക്കാത്ത് കമ്മിറ്റികളും സക്കാത്തിന്റെ ശേഖരണ വിതരണക്കാരുമായി പ്രത്യക്ഷപ്പെടുന്നവർ അവരും ഓർക്കുക, ഇസ്ലാം 2 വിഭാഗമായി സക്കാത്തിനെ വിഭജിച്ചു. അതിലൊരു ഭാഗം ഗവൺമെന്റ് കൊടുക്കണം. ഗവൺമെന്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ളത് ഒന്ന് കാർഷിക വിളകളും മറ്റൊന്ന് കാലി സമ്പത്തുമാണ്. എന്നാൽ അതിന്റെ ഭരണകൂടം ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഭരണകൂടം ഉള്ളിടത്ത് പോലും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കച്ചവടമുറന്റെയും കറൻസി നോട്ടുകളുടെയും വികൃതക്കാറ്റിന്റെയും വിതരണത്തിനുള്ള അവകാശം അത് ദായകർക്ക് മാത്രമാണ് എന്ന് ഇസ്ലാം പറയുന്നു. അത് ഏറ്റെടുത്ത് വിതരണം നടത്താൻ കമ്മിറ്റികൾക്കെന്നല്ല ഗവൺമെന്റിന് പോലും അവകാശമില്ല. ഇവിടെയാണ് അനിസ്ലാമികമായ മാർഗമായി സക്കാത്ത് കമ്മിറ്റികൾ മാറുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുക, ഇമാമിന്റെ അധികാരം അത് സക്കാത്ത് കമ്മിറ്റിക്കെടുക്കൂടാ. കാരണം വക്കാലത്ത് എന്ന് പറയുന്ന മറ്റൊരു രീതിയുണ്ട്. ആ രീതിയുടെ മറവിലാണ് ചില കമ്മിറ്റിക്കാർ പ്രത്യക്ഷപ്പെടാറുള്ളത്. എന്നാൽ ഒരാൾ വക്കീലായി മാറണമെങ്കിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു അളവുണ്ട്. ഉദാഹരണത്തിന് ഒരാൾക്ക് തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം. വാപ്പാക്ക് ചില അസൗകര്യമുണ്ടെങ്കിൽ വാപ്പക്ക് എന്ത് ചെയ്യുക, മകളെ കല്യാണത്തിന് മറ്റൊരാളെ വക്കീലാക്കി വിടാം. ഇനി ഒരാൾ ഭർത്താവാകാൻ പോവാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും അപകടം പറ്റി കല്യാണം നിർത്തിവെക്കേണ്ടതില്ല. അയാള് തന്റെ അമ്മോഷനിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കുന്ന ആ ചടങ്ങിന് വേറൊരാൾ ഉത്തരവാദിത്തപ്പെടുത്താം. എന്നിട്ട് അയാള് തന്റെ മോഷന് വേണ്ടി എന്ന് പറഞ്ഞ് ആ വിവാഹം സ്വീകരിക്കാം. ഇസ്ലാമിന് ഇളവുണ്ട്. എന്നതുപോലെ സക്കാത്ത് വിതരണം നടത്താൻ പൂർണ്ണമായി ഒരാൾക്ക് കഴിയില്ല, അത്രയും വലിയ സംഭവം. എന്നാൽ അയാൾക്ക് അയാളുടെ സക്കാത്ത് കൊടുത്തുകൂട്ടാൻ മറ്റൊരാളെ ഏൽപ്പിക്കാം. ആ ഏൽപ്പിക്കപ്പെടുന്ന ഒരാള് ഒരു കമ്മിറ്റിയാകാൻ പാടില്ല. കാരണം പണ്ഡിതന്മാര് പറയുന്നത് ഷർത്തുൽ വക്കീൽ തഅയ്യിനുഹു, ഒരു വക്കീൽ ആരാവണം? നിർണീത വക്കീലാവണം. ഒരാൾക്കൂട്ടമല്ല, ഒരു നിർണീത വക്കീലായിരിക്കണം. ആ വക്കീലിനെ നമുക്ക് ഏൽപ്പിക്കുന്നതിന് വിരോധമില്ല. എന്നാൽ അങ്ങനെ ഏൽപ്പിക്കാമെങ്കിൽ പോലും മഹാനായന്മാരായ പണ്ഡിതന്മാര് പറയുന്നു,
എന്നാലും ഏറ്റവും ഉത്തമം നമ്മൾ സ്വയം കൊടുക്കലാണ്. മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങളുണ്ട്. മഹാനായ ഇമാം നബി റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്, അർറാബിഅതു ഫീ ബയാനിൽ അഫ്ളൽ, നാലാമത്തെ ചർച്ച ഏത് രീതിയിൽ കൊടുക്കലാണ് ഏറ്റവും പുണ്യകരമെന്ന വിഷയത്തിലാണ്. ഖാല അസ്ഹാബുനാ തഫ്രീഖു ബിനഫ്സിഹി അഫ്ളലു മിന തൗഖീൽ. നമ്മുടെ പണ്ഡിതന്മാർ തീർത്തു പറഞ്ഞു, വക്കാലെ കേൾപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം സ്വയം കൊടുക്കലാണ്. ഇലാ ഖിലാഫിൽ തർക്കൽ. എന്തുകൊണ്ട്? അന്നഹു അലാ സിഖത്തിൻ മിൻ തഫ്രീഖിഹി ബിഖിലാഫിൽ വക്കീൽ. വക്കീൽ വിതരണം നടത്തുന്നതിനേക്കാൾ അവർക്ക് ഉറപ്പ് സ്വയം കൊടുക്കുമ്പോഴാണല്ലോ. ഇനി വഅലാ തഖ്ദീരി ഖിയാനത്തിൽ വക്കീലി, താൻ ഏൽപ്പിച്ച ഒരാളെ വഞ്ചന നടത്തുമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ലാ യസ്ഖുതുൽ ഫർദു അനിൽ മാലികി, ഉടമയെ തൊട്ട് ഉത്തരവാദിത്വം ഫർദ് വീടുകയില്ല. കാരണം ലിഅന്ന യദഹു കയദിഹി, ഈ വക്കീലിന്റെ കൈ ഇവന്റെ കൈ പോലെയാണ്. ഇവൻ സംശയമാണ് അയാൾ കൊടുത്തു കൂട്ടിയിട്ടില്ല എങ്കിൽ ഫമാലം യസീൽ മാലിൽ മുസ്തഹിഖ്, അർഹരിലേക്ക് ധനമെത്തിയിട്ടില്ലെങ്കിൽ ലാ തബഉ ദിമ്മത്തുൽ മാലികി, ഉടമയുടെ ഉത്തരവാദിത്വം വീടുകയില്ല. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് ഭരണാധികാരിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഉത്തരവാദിത്വം. അതേസമയത്ത് ഒരു വക്കീലിന്റെ കൈ കൊടുത്താൽ അങ്ങനെയല്ല. അവിടെ ഉത്തരവാദിത്വം വീടണമെങ്കിൽ അർഹരായ ആളുകൾക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് തന്നെ പ്രയാസമുള്ള കാര്യമാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ ഉഹിബ്ബു ലിവാഹിദിൻ മിനൻ നാസ് അൻ യുവല്ലിയ സകാത്ത മാലിഹി ഗൈറഹു ലിഅന്നഹു ഹുവൽ മസ്ഊലു അൻഹാ. ഒരാളും തന്റെ സക്കാത്ത് മറ്റൊരാളെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവനോടാണ് അല്ലാഹു തആല ചോദിക്കുക, നീ വേണ്ടിടത്ത് സക്കാത്ത് എത്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരോക്ഷമായ മുതലുകളാകുന്ന വെള്ളി സ്വർണവും കറൻസി നോട്ടുകളും ഫിത്ർ സക്കാത്തും അതുപോലെയുള്ള കച്ചവടത്തിന്റെ സക്കാത്തുകളുമല്ല അർഹരെ നോക്കി നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കുക. അതിന്റെ മുമ്പിൽ രംഗത്ത് വരുന്ന സക്കാത്ത് കമ്മിറ്റികളെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. അത് അനിസ്ലാമികമായ ഒരു മാർഗമാണ്. കേരളത്തിലെ ചില വിധിയെത്തുകാർ പടച്ചുണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഈ കാണുന്ന ഗൾഫ് തലപുസ്തകവും മുജാഹിദ് പ്രസ്ഥാനം എന്ന പേരുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഗൾഫിലുള്ള തലപ്പുകൾ എന്ന് പറയുന്ന കൂട്ടർ പോലും ഇതിനെ ശക്തമായി എതിർക്കുന്നവരാണ് എന്ന് അവര് തന്നെ എഴുതുന്നു. മുജാഹിദ് നേതാക്കൾ ഇതാ സക്കാത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽ സക്കാത്ത് പോലുള്ള കാര്യങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനവും ഗൾഫ് തലപ്പുകളും തമ്മിൽ അന്തരമുണ്ട്. സക്കാത്ത് സെല്ലുകളും മറ്റും രൂപീകരിച്ച് സംഘടിതമായി സക്കാത്ത് നൽകലാണ് അഭികാമ്യമെന്ന് നാം പറയുമ്പോൾ, ഇസ്ലാമികേതര രാജ്യങ്ങളിൽ സ്വന്തം നിലയിൽ സക്കാത്ത് കൊടുക്കുകയാണ് ഉത്തമമെന്ന് ഗൾഫ് തലപ്പുകൾ പറയുന്നു. സൗദി പണ്ഡിത സമിതിയുടെ ഫത്വ നമ്പർ 5580. ഗൾഫിലെ സ്ഥലത്തുകൾ പറഞ്ഞ് ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത സ്ഥലങ്ങളിൽ സ്വയം വിതരണം നടത്തണം, അവിടെ കമ്മിറ്റി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ കമ്മിറ്റികളുമായി രംഗത്ത് വന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവർക്കറിയാത്തത് കൊണ്ടല്ല, ഇവര് സാമ്പത്തിക ചൂഷണം നടത്താൻ വേണ്ടിയുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമാണ് സക്കാത്തിന്റെ വിഷയത്തിൽ കമ്മിറ്റിയുമായി രംഗത്ത് വന്നത്. സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നവരുടെ ഉള്ളുകളിൽ നമുക്കറിയാൻ കഴിയും. സക്കാത്തിന്റെ അർഹരായി അല്ലാഹു എട്ട് വിഭാഗത്തെ പരിചയപ്പെടുത്തി. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിൽ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബിനിസ് സബീൽ ഫരീളത്തൻ മിനല്ലാഹ്. അല്ലാഹു കണക്കാക്കി തന്ന 8 കൂട്ടർക്ക. ഒന്ന് ഫുഖറാ, പച്ചപ്പാവം, അവന്റെ നിത്യജീവിതത്തിലുള്ള വകുപ്പ് ഒരു നിലക്ക് വെക്കുന്നില്ല, അങ്ങനത്തെ ആളാണ് ഫഖീർ. മിസ്കീൻ എന്ന് പറഞ്ഞാലോ അയാൾക്ക് ഒരു ദിവസത്തേക്ക് 100 രൂപ വേണം, പക്ഷെ 80 രൂപ കിട്ടുന്നുണ്ട്. 20 പോരായില്ല. ഫഖീറിന് അത്ര തന്നെ പ്രയാസം. ഫഖീറിന് ഒരു 100 വേണ്ടടുത്ത് 25 കിട്ടുന്നുള്ളൂ. അതുപോലെ പോലെ ആമിലീനാലിഹ, ഇസ്ലാമിക ഭരണാധികാരികളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ സക്കാത്ത് അത് തിരിച്ചെടുക്കുന്ന ആളുണ്ടാകും. അയാൾക്ക് ആ സക്കാത്തിന്റെ ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കാം. പിന്നെ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, ഇസ്ലാമിലേക്ക് ഹൃദയം അടുപ്പിക്കേണ്ട പൊതുവിശ്വാസികൾ എന്നാണ് പണ്ഡിതന്മാർ ഇതിന് വ്യാഖ്യാനം കൊടുത്തത്. വേറെ ഒന്ന് മോചനപത്രം എഴുതപ്പെട്ടവരാണെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് മറ്റൊന്ന്. പിന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശമ്പളം പറ്റാതെ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ ജിഹാദ് നടത്തുന്നവർ. അഭിനവ മുജാഹിദീങ്ങൾ എന്ന പേരിൽ പലരും വരും. ഞങ്ങളാണ് സമുദായത്തിന്റെ പ്രതിരോധം തീർക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സക്കാത്ത്
പുറപ്പെടുന്നവരുണ്ടാവും. നമ്മൾ കൊടുത്തുപോകരുത്, സൂക്ഷിക്കുക. അതുപോലെ വഴിയാത്രക്കാരായി കുടുങ്ങിപ്പോകുന്ന ആളുകൾ. ഇങ്ങനെ 8 വിഭാഗങ്ങൾക്കാണ് ഖുർആൻ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞതെങ്കിൽ സക്കാത്ത് കമ്മിറ്റിയുമായി വന്നവരുടെ ഉള്ളുകളിൽ നമുക്ക് ബോധ്യമാകുന്നത് എവിടെയാണ്? അവരുടെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി സക്കാത്ത് തട്ടിയെടുക്കാനുള്ള ഒരാസൂത്രിത പദ്ധതിയായിട്ടാണ് ഈ ഏർപ്പാട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അൽമനാർ 1953 പുസ്തകം 4,03 പേജിലെങ്കിലും എഴുതുന്നു. ഖുർആനും സുന്നത്തും അറബി സാഹിത്യവും പ്രചരിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൂരീകരിക്കുന്നതിനുമായി സ്ഥാപിതമായി പ്രശസ്തമാവണ്ണം വളർന്നു വരുന്ന ഒരു സംഘമാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ. അതിനാൽ സക്കാത്തിന്റെ ഫണ്ടിൽ മുജാഹിദുകൾക്കുള്ള വിഹിതവും മറ്റു സംഭാവനകളും നൽകി ഈ പരിപാവനമായ മാസത്തിൽ സംഘത്തെ സഹായിക്കണമെന്ന് എല്ലാ സഹോദരന്മാരോടും പ്രത്യേകം അപേക്ഷിക്കുന്നു. മുജാഹിദുകളുടെ മുഖപത്രത്തിലൂടെ അവരെ സംഘടന സക്കാത്ത് കൊടുത്ത് സഹായിക്കണം. ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ട് ആരും സക്കാത്ത് കൊടുത്തില്ല. അപ്പൊ അത് കൊള്ള ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു കമ്മിറ്റിയാണ് സക്കാത്ത് കമ്മിറ്റി. ഇനി നോക്കൂ നിങ്ങൾ, അവരുടെ തന്നെ മറ്റൊരു നേതാവ് ഉമർ മൗലവി, അദ്ദേഹം സക്കാത്തിന്റെ അവകാശികൾ തന്നെയാണ്. അദ്ദേഹം പറയുന്നു, പുണ്യമാസങ്ങളിൽ നിങ്ങളുടെ ദാനധർമ്മങ്ങളിൽ ഒരംശം സെൽസബീൽ നൽകുക, ഫഖീർ, മിസ്കീൻ, ഗാരിബിൻ, ഫീ സബീലില്ലാഹി എന്നീ നിലക്കെല്ലാം സെൽസബീലിന് സക്കാത്തിന് അവകാശമുണ്ട്. സംഭാവന ചോദിച്ച് നിങ്ങളെ അടുക്കൽ വന്ന് ബുദ്ധിമുട്ടിക്കാൻ വിചാരിക്കുന്നില്ല. സന്മനസ്സുള്ളവർ മണിയോട്ടനാക്കുക. 8 കൂട്ടരെ അള്ളു എന്നതിൽ ആ 4 ആരഹന് സെൽസബീൽ എന്ന് പറയുന്ന ഒരു സൂത്രമാണ്. ഇതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി അറിഞ്ഞു അവർക്കും വേണ്ടതെന്താ? പാവങ്ങൾക്കുള്ള അവകാശമാകുന്ന സക്കാത്ത് കത്തിയെടുക്കലാണ്. ഇത് അവരുടെ കേന്ദ്ര SIOവിന്റെ നേതൃത്വം ഇറക്കിയിട്ടുള്ള ലഘുലേഖ. ഇത് പറയുന്ന ആരാധനാ കർമ്മങ്ങൾ എന്ന പോലെ ദാനധർമ്മങ്ങൾക്കും അളവറ്റ പ്രതിഫലം നൽകപ്പെടുന്ന കാലമാണ് റമദാൻ. നിങ്ങളുടെ സക്കാത്ത് സദസ്യകൾക്ക് ഏറ്റവും അർഹതയുള്ള ദീനീ സംഘടനകളിൽ ഒന്നാണ് SIO. എന്നിട്ട് സക്കാത്ത് വാങ്ങുവാൻ നമ്മളേക്ക് വാങ്ങുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ രീതിയിൽ സക്കാത്ത് കൊള്ളയടിക്കാൻ വേണ്ടി ഇവരാസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് സക്കാത്ത് കമ്മിറ്റി. അങ്ങനെ ഇവർ സക്കാത്ത് കമ്മിറ്റിയിലൂടെ പിരിച്ചെടുത്ത ഈ സക്കാത്ത് മുതൽ ഇത് പഠിപ്പിച്ച രീതിയിലല്ല ഇവർ ചെലവ് ചെയ്യുന്നത്. കോഴിക്കോട്ടെ തന്നെ കാരപ്പറമ്പ് ശാഖ മുജാഹിദ് വിഭാഗം 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ അവര് ശേഖരിച്ച് വിതരണം നടത്തിയ സക്കാത്തിന്റെ കണക്ക് അവരൊരു പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്നത് ഒന്നാമത് തന്നെ കൊടുക്കുന്നത് മുൻ ബാക്കി എന്ന് പറഞ്ഞ് 41,104 പൈസ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ സക്കാത്ത് വാങ്ങിയിട്ട് അത് കൊടുക്കാതെ ഇവർ സ്റ്റോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ മുൻപാക്കി എന്ന് പറഞ്ഞൊരു കൊല്ലക്കാലം പാവപ്പെട്ടവരെ അവകാശം ഇവരെ കീശയിൽ കെട്ടിക്കിടക്കുന്നു. ഇതിനാരാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്? പാവങ്ങൾ അവകാശം തടയപ്പെടുകയല്ലേ ഇത്? നേരെ മൂന്നാമത്തെ കണ്ണികൾ കൊടുക്കുന്നു. ബാങ്ക് പലിശ വരവേഖ, ബാങ്ക് പലിശ 939 രൂപ. ഇതാണ് സക്കാത്തിന്റെ കമ്മിറ്റി ഉണ്ടാക്കി പാവങ്ങളുടെ അവകാശം ബാങ്കിലേക്ക് പലിശ വാങ്ങിക്കുന്നു. ഇത് നോക്കൂ നിങ്ങൾ, മറ്റൊന്ന് ചെലവായിട്ട് എന്താ? കേന്ദ്രവിഹിതം 13,000 രൂപ. കേന്ദ്രവിഹിതം ഓരോ യൂണിറ്റും ഇവര് സക്കാത്ത് തിരിച്ചിട്ട് ഇവരെ കേന്ദ്ര കമ്മിറ്റിയുടെ സംഘടനാ പ്രവർത്തനത്തിന് അയച്ചു കൊടുക്കുന്നു. ഇതാണ് സക്കാത്ത് കമ്മിറ്റിയുടെ ഗൂഢലക്ഷ്യം. എന്നിട്ട് അവസാനം കൊടുക്കുന്നു കഴിച്ച് ബാക്കി എല്ലാ ദാരിദ്ര്യവും തീർത്തിട്ട് ബാക്കി സ്റ്റോക്കാണ് ഇപ്പൊ എത്ര? 38,307 രൂപ ഇപ്പോഴും അവരുടെ കയ്യിൽ ബാക്കിയാണത്ര. ഈ രീതിയിൽ പാവങ്ങളുടെ അവകാശം തട്ടിവെക്കുകയും അത് ബാങ്കിലേക്ക് പലിശ മേടിക്കുകയും ദുർവിനിയോഗം നടത്തുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വടകര യൂണിറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ സക്കാത്തിന്റെ കണക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്നു എങ്ങനെയാണ് വരവ് മുൻപാക്കി 3,529.41. ഇങ്ങനെ ഒരു മുൻപാക്കി ഉണ്ടാവോ? ഒരു വർഷത്തെ സക്കാത്ത് കൊല്ലം കെട്ടിക്കിടക്കാൻ പാടുണ്ടോ? പാവങ്ങൾ അവകാശം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പാവങ്ങൾ തീർന്നു പോയോ? എന്നിട്ട് ആ കൂട്ടത്തിൽ മറ്റൊന്ന് ചെലവ് ചെയ്ത കൂട്ടത്തിൽ സ്റ്റേഷനറി ചെലവുകൾക്കൊരു ചെലവ് ചെയ്യുന്നു. അതുപോലെ അവസാനം കയ്യിലെടുപ്പ് ബാക്കി എന്ന് പറഞ്ഞിട്ട് 1932.61 പൈസ പാവങ്ങളിന്റെ ബാക്കി സ്റ്റോക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ പാവങ്ങളുടെ സക്കാത്ത് തിരിച്ചു വാങ്ങി അവരുടെ പത്രം നടത്താനും പൊതുയോഗം നടത്താനും മുസ്ലിങ്ങൾക്കിടയിൽ ചിത്രത സൃഷ്ടിക്കാനും വേണ്ടി
ദുരുപയോഗം ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ ഇന്ന് മൗലാന മൗദൂദി അന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ കുത്തുബാത്ത് പേജ് 244 അദ്ദേഹം രേഖപ്പെടുത്തി ഇസ്ലാമിലെ സക്കാത്ത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. അതേസമയത്ത് അവർക്ക് ദാനധർമ്മങ്ങളാവാം, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി അവിടുന്ന് മുന്നോട്ട് വരും. അവരതാ ഇപ്പം പറയുന്നു സക്കാത്തിന്റെ മുതല് അത് അമുസ്ലിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ കാണുന്ന 2004 ഒക്ടോബർ 4 ഇറങ്ങിയ മാധ്യമമാണ്. ഈ മാധ്യമത്തിൽ വന്ന സക്കാത്ത് ക്യാമ്പയിന് തുടക്കമായി എന്ന റിപ്പോർട്ടിൽ പറയുന്നു, ആരാധന എന്നതിലപ്പുറം സാമൂഹിക ബാധ്യതയാണ് സക്കാത്ത് എന്ന് അധ്യക്ഷത വഹിച്ച സിദ്ദീഖ് ഹസൻ പറഞ്ഞു. സമ്പത്തിന്റെ പങ്ക് തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നാണ് കമ്മ്യൂണിസം പറയുന്നതെങ്കിൽ അധ്വാന ശേഷിയില്ലാത്തവരടക്കം എല്ലാവർക്കും സമ്പത്ത് ഇസ്ലാമ് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന അവസാനം അമുസ്ലിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് സക്കാത്ത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ പാവങ്ങൾ അവകാശമാകുന്ന സക്കാത്തിന്റെ മുതൽ തട്ടിയെടുക്കാനുള്ള ഗൂഢമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ സക്കാത്ത് കമ്മിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് സക്കാത്തിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠനം നടത്തിക്കൊണ്ട് നമ്മുടെ സക്കാത്തിന്റെ വിഹിതം പാവങ്ങൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഇത്ര സക്കാത്താണെങ്കിലും നോട്ടിന്റെ സക്കാത്താണെങ്കിലും വെള്ളിയുടെ സക്കാത്തും സ്വർണത്തിന്റെ സക്കാത്തും കച്ചവട മുതലിന്റെ സക്കാത്തുമെല്ലാം നമ്മൾ നേരിട്ട് തന്നെ വിതരണം നടത്തണം. നമ്മൾ അയൽവാസികളെ കൂടുതൽ പരിഗണിക്കുക, അതുപോലെ തന്നെ നമ്മളെ ബന്ധുമിത്രാദികളെ പരിഗണിക്കുക, സുഹൃത്തുക്കളെ പരിഗണിക്കുക. അങ്ങനെ നമ്മൾ ധനം കൊടുക്കുന്നതോടൊപ്പം തന്നെ സ്നേഹവും കൂടെ ദാനം ചെയ്യാൻ വേണ്ടി ഇസ്ലാം വെച്ച ഈ പദ്ധതിയെ അതേ രീതിയിൽ ഉപയോഗപ്പെടുത്തി അള്ളാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ നമ്മുടെ സമ്പാദ്യവും വിനിമയവും ആക്കി തീർക്കാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം നിർത്തുന്നു. എളുപ്പവും സുരക്ഷിതവുമായി അലക്കിന് സെമി ലിക്വിഡ് ക്ലോത്ത് വാഷ്. സെമി ലിക്വിഡ് ക്ലോത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ കൈകൾക്ക് പുകച്ചിൽ, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുന്നില്ല. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. അനായാസം, അത്ഭുത വൃത്തി. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. ബാത്റൂം, തറ എന്നിവ എളുപ്പത്തിൽ വൃത്തിയാക്കുവാനും രോഗാണു വിമുക്തവുമാക്കുവാൻ സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. സെന്റ് ഫ്ലോർ ആൻഡ് ടോയ്ലറ്റ് ക്ലീനർ. അനായാസം, അത്ഭുത വൃത്തി.